ഒരു നിമിഷത്തേക്കൂടെ നമുക്ക് നിൽക്കാം. പ്രിയ ദൈവമേ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായി ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കാൻ നീ നൽകിയ ഈ ഒരു അവസരത്തിനും കൂടെ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. ഈ ദേശത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ വിശേഷ അവകാശമുള്ളതിനാൽ ഞങ്ങൾ അങ്ങയോട് വളരെ നന്ദിയുള്ളവരാകുന്നു. കർത്താവേ, ഈ വിശ്വസ്തരായ ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാകുന്നു. അവരിൽ അനേകരും 100 കണക്കിന് മൈലുകൾ ദൂരത്തു നിന്ന് അനേക മൈലുകൾക്കപ്പുറത്തൊന്നും വന്നിരിക്കുന്നു. അവരിൽ ചിലർ ഇന്ന് രാത്രിയിൽ തന്നെ ഹൈവേയിലൂടെയും ഹൈവേക്ക് മറുഭാഗത്തുള്ള വഴിയായും തിരികെ പോകാനായി ശ്രമിച്ചെന്നും വരാം. ദൈവമേ, നീ അവരോടൊപ്പമായിരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പിതാവേ, നീ അവരെ നയിക്കണമേ. ഒരു മഴ അയച്ചു തന്ന് താൽക്കാലികമായിട്ടെങ്കിലും തണുത്ത കാറ്റ് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. നിന്റെ വചനവുമായി ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളെ സന്ധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം നിന്റെ വചനത്തിന്മേൽ നിന്നെ സന്ധിക്കാനായി അതിനുവേണ്ടിയാണ് കർത്താവെ ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായി ഞങ്ങൾക്ക് അത്രയേറെ സഹായകരമായിട്ട് ഞങ്ങളുടെ കൂടിവരവ് നിന്റെ രാജ്യത്തിന് ഉപകാരപ്രദമാകേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ ചോദിക്കുന്ന ഈ കാര്യങ്ങളെ അനുവദിച്ചാലും യേശുവിൻ നാമത്തിൽ ആമേൻ. ഇരുന്നാലും കുറച്ച് സ്വകാര്യ കൂടിക്കാഴ്ചകളുണ്ടായിരുന്നു. യോഗം ആരംഭിക്കുമ്പോൾ തന്നെ ബില്ലി എനിക്ക് അങ്ങനെ ഒരു ഭാരം തന്നിട്ട് ഏത് വിധം ആരംഭിക്കണമെന്ന് പോലും എനിക്കറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ സന്ധ്യാസമയത്ത് യോഗത്തിനായി ഇവിടെ തങ്ങാനായി എടുത്ത ആ പരിശ്രമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിക്കുമെങ്കിൽ അടുത്ത ഞായറാഴ്ച രാവിലെ എനിക്കൊരു യോഗം വീണ്ടും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ അത് പാസ്റ്ററോട് ചോദിച്ചിരുന്നു. അവർക്കും അത് സമ്മതം തന്നെ. ഇപ്പോൾ ഇവിടെ എന്റെ അടുത്തിരിക്കുന്ന ഓരോ നല്ല സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്താനുള്ള സമയം എനിക്കുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. വളരെ ചൂടുമുണ്ട്. ഞാൻ ആ സമയത്തെ വെട്ടിക്കളഞ്ഞിട്ട് ഇത്രയും മാത്രം പറയുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നതിലും വലിയ മറ്റൊരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കാണുന്നോ, അവൻ അത് ചെയ്യുമെങ്കിൽ അത് മാത്രമാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അത് മാത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നതാണ് ഏതൊരു പ്രാദേശിക ഭാഷയിലെയും ഏറ്റവും മഹത്തായ ശബ്ദം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ അത് ചെയ്യുമെന്നും ഞാൻ അറിയുന്നു. ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഭാര്യയോട് പറഞ്ഞതുപോലെ ഞാനൊന്ന് കുളിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എനിക്ക് വിയർപ്പുണക്കാൻ സാധിക്കുകയില്ല. ഞാൻ വിയർപ്പ് തുടയ്ക്കും. അത് കഴിഞ്ഞാലും വിയർത്തൊഴുകും. എന്റെ വിയർപ്പ് തുടച്ചു നീക്കിയില്ലെങ്കിൽ എനിക്ക് ഷർട്ട് പോലും ധരിക്കാൻ പറ്റില്ല. ട്യൂസണിലോ അല്പം വ്യത്യസ്തമാണ്. ഈ ചൂടിനേക്കാൾ അവിടെ 2 ഇരട്ടിയാണ്. ആയതിനാൽ നിങ്ങൾക്ക് അവിടെ ഒരു വിയർപ്പിന്റെ തുള്ളി പോലും ഉണ്ടാകില്ല. അവിടെയുള്ള വായുവിൽ ഈർപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ വിയർത്ത ഉടൻ തന്നെ അത് നിങ്ങളിൽ നിന്ന് പോയിരിക്കും. നിങ്ങൾ അവിടെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്താൽ ഉടനെ അത് ആവിയായി പോകും. നിങ്ങൾ വിയർക്കുകയില്ല. കാരണം വിയർപ്പിന്റെ തുടക്കത്തിൽ തന്നെ അത് നിങ്ങളിൽ പോയിക്കഴിഞ്ഞിരിക്കും. നിങ്ങൾ വിയർക്കും. എന്നിരിക്കലും നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. ആയതിനാൽ ഇവിടെ എനിക്ക് വിയർപ്പുണക്കുക എന്നത് ഒരു ഭയാനക പരിശ്രമമാകുന്നു. അതിനാൽ ഞാൻ ഇപ്പോഴും വിയർത്തിരിക്കുന്നു. ഇവിടെ പുറകിലുള്ള മുറിയിലായിരുന്നപ്പോൾ വളരെ അത്യാസന്ന നിലയിലായി വളരെ പെട്ടെന്ന് തന്നെ കാണാനുള്ള 7-8 പേർ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഇവിടെ കടന്നു വന്ന് തങ്ങാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അത് നമുക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് എനിക്ക് അനുഭവപ്പെടുന്നതിനാലാണ്. സുഹൃത്തുക്കളെ, ഞാൻ അപ്രകാരം ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യുന്നതിനാൽ ആരെങ്കിലും കേൾക്കുന്നതിനോ അതല്ല എനിക്കെന്തെങ്കിലും പറയാനുള്ളതോ മറ്റോ കേൾക്കുന്നതിനായോ നിങ്ങൾ കടന്നു വരണം എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു കാര്യമാകുന്നു. ഞാൻ അപ്രകാരം ചെയ്യുകയില്ല. അത് ശരിയാവുകയില്ല. അങ്ങനെ കടന്നു വരുന്നതിനാൽ എന്റെ സ്നേഹം എനിക്ക് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ വരുന്നതിനാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എങ്കിലും അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഞാനതറിയുന്നു. അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയില്ല. ആയതിനാൽ നിങ്ങൾക്കത് സഹായകരമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നതിനാണ് നിങ്ങളെക്കുറിച്ച് അധികമായി വിചാരിച്ചിട്ട് നിങ്ങളെങ്ങനെ ചൂടിലും മറ്റും പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ദൈവമുമ്പാകെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് ഒരു വചനത്തെ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ കടക്കുന്നതിന് മുമ്പ് അവസാനമായി ചോദിക്കുക അവന്റെ നായകത്വമായിരിക്കും. കർത്താവാം ദൈവമേ, എങ്ങനെയും ആ പ്രിയ ജനങ്ങൾക്ക് നൽകാനുള്ളത് സകലവും നൽകി സഹായിക്കണമേ. ഞാൻ നിങ്ങളോടൊപ്പം എന്നേക്കും ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നാം ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം നിത്യതയിൽ ഒരുമിച്ചുണ്ടാകും. കാണുന്നോ, ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു പോയാൽ അത് മനഃപൂർവ്വമായി പറഞ്ഞതല്ലെന്നും അതെന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്നും എന്റെ അജ്ഞത കൊണ്ടാണെന്നും സ്വർഗത്തിലെ പിതാവ് അറിയുന്നു. ആകയാൽ നിങ്ങളെന്റെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നും സുവിശേഷത്തിനായി എന്റെ കൈകളിലാണെന്നും ഞാൻ അറിഞ്ഞിട്ട് എല്ലായ്പ്പോഴും നിങ്ങളെ ബൈബിളിന്റെ താളുകളുമായി ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മാത്രമല്ല പിന്നെയും ഞാൻ അനേക നേരങ്ങളിൽ ജനങ്ങളുടെ അടുക്കിലേക്ക് വന്ന് പറയും, ബ്രദർ, താങ്കൾ ഇവിടേക്ക് വന്ന് രോഗിയായിരിക്കുന്ന എന്റെ കുഞ്ഞിനോട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി, അത് ശരിയായിക്കൊള്ളും. അവിടേക്ക് ചെന്ന് പറയുക മാത്രം ചെയ്യുക, അതിന് സുഖം പ്രാപിക്കും. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അത് വിശ്വസ്തത പുലർത്തുന്നതും രമണീയവുമാകുന്നു. ഞാനത് എത്രമാത്രം വിലമതിക്കുന്നു. എന്നാൽ അവൻ ആദ്യം എന്നോടത് പറയുന്നത് വരെ എനിക്കത് ചെയ്യാൻ കഴിയുകയെന്ന് നിങ്ങൾക്കറിയാം. കാണുന്നോ, എനിക്ക് ആ കുഞ്ഞിനായി പ്രാർത്ഥിക്കാനും എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാനും സാധിക്കും. എന്നാൽ നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ ആവേശത്താൽ അവിടേക്ക് ചെന്നിത് പറഞ്ഞാൽ എന്താകും? നോക്കൂ, ഞാൻ പറയുകയാണ്, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതങ്ങനെ വാസ്തവമായും അതെന്റെ ആവേശം പറയുന്നതാകുന്നു. കാണുന്നോ, മനസ്സിലായോ? അപ്പോൾ ഒരുപക്ഷെ അത് സംഭവിച്ചില്ലെന്ന് വരാം. പിന്നെ അത് കഴിഞ്ഞ് അതേ വ്യക്തിയും എന്റെ ആവേശത്തിലായി തീർന്നിട്ട് അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്താകും? അപ്പോൾ ആ മനുഷ്യൻ ഒരുപക്ഷെ മരണത്തിന്റെയും ജീവന്റെ ഇടയിലായി ഒരു അവസ്ഥയിലായി തീരുന്നു. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം എന്തായിരിക്കും? ഞാൻ വീണ്ടും ആവേശത്തിലായിരിക്കുന്നതാണോ എന്നവർ ഭയപ്പെടും. കാണുന്നോ? ആയതിനാൽ ഞാനത് പറയുമ്പോൾ ഏറ്റവും എന്റെ നല്ല അറിവിൽ അത് ശരിയാണെന്നും എന്റെ ഉത്തമബോധത്തിലുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അവൻ എന്നോട് സംസാരിക്കുമ്പോൾ അവൻ എനിക്ക് കാണിച്ചു തരുന്നതിന് എനിക്ക് പറയാൻ സാധിക്കുന്നു. അത് നല്ലതായാലും മോശമായാലും എനിക്കത് പറയേണ്ടതുണ്ട്. ചില നേരങ്ങളിൽ ആ വക കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത് സന്തോഷകരമല്ലാതിരിക്കാം. എന്നാൽ അപ്പോഴും അവർക്കും സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെ പറയുന്ന അതേ വിധത്തിൽ തന്നെ അവർക്ക് സംഭവിക്കാൻ പോകുന്ന മോശമായ കാര്യങ്ങളെയും പറയാൻ കടമപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയായാലും നാം കർത്താവിന് ഇഷ്ടം ആഗ്രഹിക്കുന്നു. ചില നേരങ്ങളിൽ ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ആശകൾക്ക് വിപരീതമാകാം. എന്നാൽ അപ്പോഴും നാം കർത്താവിന് ഇഷ്ടം ആഗ്രഹിക്കുന്നെങ്കിൽ അത് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ തിന്മ നമുക്ക് ഭവിച്ചു എന്നറിയുന്നത് വിലയേറിയതായിരിക്കും. അത് നന്മയോ തിന്മയോ കർത്താവിന് ഇഷ്ടം നമ്മുടെ മേലാകാൻ നാം ആഗ്രഹിക്കുന്നു. നാം അതിനെ ആ രീതിയിൽ തന്നെ നോക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞായറാഴ്ച രാത്രിയിൽ 30 മിനിറ്റുകൾ 20 മുതൽ 30 മിനിറ്റ് വരെയുള്ള സന്ദേശമാണ് സാധാരണ ഇവിടെയുള്ള സഹോദരൻ എടുക്കാറുള്ളത് എന്നറിയാം. അങ്ങനെ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് കഴിയാവുന്നത് ഏറ്റവും നന്നായി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സ്നാന ശുശ്രൂഷ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാവിലെ നേരം അവർ ഒരു വലിയ കൂട്ടരെ സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ കേട്ടു. തുടർച്ചയായി എല്ലാ സമയത്തും ഇവിടെ സ്നാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. ധർമ്മോപദേശികൾ, മെത്തഡിസ്റ്റുകാർ, ബാപ്റ്റിസ്റ്റുകാർ, പ്രെസ്ബിറ്റേറിയൻകാർ, ചർച്ച് ഓഫ് ഗോഡുകാർ, ലൂഥറൻകാർ, അത് എന്തു തന്നെയായാലും ഇവിടേക്ക് വരികയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എനിക്ക് നിൽക്കേണ്ടി വരുമ്പോൾ അതിനായി എനിക്ക് ഉത്തരം നൽകേണ്ടി വരും. ഞാനായിരിക്കുന്ന സകലത്തിലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് എന്റെ വിചാരങ്ങൾ തന്നെ ശുദ്ധതയുണ്ടായിരിക്കുന്നു എങ്കിൽ അപ്പോൾ തന്നെ ഞാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്നതിനായി തയ്യാറായിരിക്കും. കാരണം അത് സുവിശേഷ സത്യമാണെന്ന് ഞാൻ അറിയുന്നു. കാണുന്നോ, അതാണ് സത്യം. യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നാനമേറ്റതായി ബൈബിളിൽ എവിടെയും ഒരു തിരുവെഴുത്തില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരു കൽപ്പന. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകലരെയും ഉപദേശിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുവിൻ. ഈ സ്ഥാനനാമങ്ങൾ അവരുടെ മേൽ ഉരുവിട്ടുകൊണ്ട് എന്നല്ല, എന്നാൽ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. അത് കർത്താവായ യേശുക്രിസ്തു എന്നാകുന്നു. ബൈബിളിലുള്ള ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേറ്റിട്ടുള്ളത്. മാത്രമല്ല, ബൈബിളിൽ ഇങ്ങനെയും കൂടി പറയുന്നു, ആരെങ്കിലും അതിൽ നിന്നൊരു വചനം നീക്കിയാലോ അതല്ല അതിനോട് കൂട്ടിച്ചേർത്താലോ ഏത് വിധമായാലും അവർ ശപിക്കപ്പെട്ടവർ ആയതിനാൽ തിരുവഴുത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്നും എടുത്തു കളയുന്ന കാര്യമായാലും എനിക്ക് ഭയക്കാനായി വളരെയേറെയുണ്ട്. ഇതെന്നെ അനേക നേരങ്ങളിൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അവിടെ തന്നെ ഉറച്ചു നിന്നു. അവൻ എന്റെ സുരക്ഷയായിരുന്നു. വളരെയേറെ സ്നേഹിതർ എന്നിൽ നിന്നും വേർപിരിഞ്ഞു പോകാൻ ഇതെന്നെ ഇടയാക്കി. അങ്ങനെ അവർ എന്നെ വിട്ടുപോയി. എന്നാൽ ഇവിടെ ഈ കൂട്ടുകാരനായി കർത്താവായ യേശുവിനെ ഞാൻ കൂട്ടുപിടിച്ചിരിക്കും കാലം അവൻ വചനമാകുന്നു. പാത എത്ര തന്നെ ദുർഘടമായാലും വഴി കഠിനമേറിയതായാലും അവൻ അതേ വഴിയിലൂടെ വന്നു. അവർ വീട്ടുടയവനെ ബേൽസെബൂബ് എന്ന് വിളിച്ചു എങ്കിൽ അവർ ശിഷ്യന്മാരെ എത്ര അധികം വിളിക്കും? ഈ ആഴ്ച മുഴുവനും കർത്താവ് നിങ്ങളോടൊപ്പമായിരിക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നൽകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാനും ഇടയാകട്ടെ. ഇതാണ് എന്റെ പ്രാർത്ഥന. ഇപ്പോൾ നാം വിലയേറിയ വചനത്തിൽ നിന്നും വായിക്കാൻ പോകുന്നു. വീണ്ടും ഇപ്പോൾ ഓർത്തിരിക്കൂ, ബുധനാഴ്ച രാത്രി ആഴ്ചയുടെ മധ്യ പ്രാർത്ഥന യോഗങ്ങളോ മറ്റോ ഉണ്ടോ? തിങ്കൾ ചൊവ്വ രാത്രികളിൽ ഭവനയോഗങ്ങളുണ്ട്. ജനങ്ങൾക്കറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. സഹോദരൻ ജൂനിയർ ജാക്സൺ, അദ്ദേഹം കെട്ടിടത്തിലുണ്ടോ? സഹോദരൻ ജാക്സൺ ഞാൻ കണ്ടില്ല. അദ്ദേഹം ഇവിടെയുണ്ട്. സഹോദരൻ ജാക്സൺ, ശരി. മറ്റൊരു സഹോദരൻ ജാക്സണും ഇവിടെയുണ്ട്. സഹോദരൻ ഡോൺ റൂഡൽ, അദ്ദേഹം ഇന്ന് രാത്രി കെട്ടിടത്തിലുണ്ടോ? സഹോദരൻ ഡോൺ അവിടെയായിരിക്കുന്നു. മറ്റനേക സഹോദരന്മാരുമുണ്ട്. ലൂസിയാനയിലെ അർക്കൻസാസിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സഹോദരന്മാരെയും ഞാനിവിടെ കാണുന്നു.
എനിക്ക് കുറച്ചുപേർ കൂടെ ഉണ്ടായിട്ട് ഇന്ന് രാത്രിയിൽ ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടെയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 84 വയസ്സ് തികയാൻ പോകുന്ന സഹോദരൻ തോമസ് കിഡ് ഇവിടെയുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് മൂത്രപിണ്ഡമണിയിലുണ്ടായിരുന്ന ക്യാൻസറിനെ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ മരിക്കാൻ പോവുകയായിരുന്നു. ഡോക്ടർമാർ അദ്ദേഹത്തെ മരിക്കാൻ വിട്ടിരുന്നു. ഓഹിയോയിൽ അദ്ദേഹത്തിന് അടുക്കലെത്താനായി എന്റെ പഴയ കാർ കേടാക്കാനും ഞാൻ തയ്യാറായിരുന്നു. യേശു ക്രിസ്തു അദ്ദേഹത്തെ സൗഖ്യമാക്കുകയും ആരോഗ്യവും ബലവും നൽകി ഇന്ന് രാത്രിയിൽ തന്റെ ജീവിത പങ്കാളിയുമായി ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ അനേകരും അദ്ദേഹത്തെ അറിയുന്നവരാണ്, ചിലർക്കറിയില്ലായിരിക്കാം. എന്നാൽ ഞാൻ ജനിക്കും മുമ്പ് തന്നെ സുവിശേഷം പറയുന്ന പുരുഷനും ഒരു സ്ത്രീയും ഇവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു വൃദ്ധനായിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. കാണുന്നോ? ഇപ്പോൾ അവരെ നോക്കൂ. അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെന്നെ ധൈര്യപ്പെടുത്തുന്നു. മൂലയ്ക്കായിരിക്കുന്ന സഹോദരൻ ബിൽ ഡൗച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ദൈവത്തിന് സകല മഹത്തായ അനുഗ്രഹങ്ങൾക്കും നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. അവസാന കാഹളം ധ്വനിക്കുവോളം അത് തുടർന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയും കർത്താവിനെ ആകാശത്തിൽ എതിരേൽക്കാനായി നാം ഒരുമിച്ചെടുക്കപ്പെടും എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. കാണാതാകുന്ന ജനങ്ങൾ, അവർക്ക് നിങ്ങളെ ഇനി ഒരിക്കലും കാണാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾ ശേഷിക്കുന്ന കൂട്ടരോടൊത്ത് ഒരുമിച്ചാകാൻ പോകുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല. ആ വചനം, നിദ്ര കൊണ്ടവർ, മരിച്ചവരെന്നല്ല. അല്ല, ക്രിസ്ത്യാനി മരിക്കുന്നില്ല. നോക്കൂ, അവർ അല്പം വിശ്രമിക്കുകയാണ്. അത്ര തന്നെ. എന്റെ ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നിട്ട് അനേകർക്ക് പ്രത്യക്ഷരാകും. പൊടുന്നനെ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ, അതെ, അതാ ഒരു സഹോദരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അധിക നേരമില്ലെന്നറിയും. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ നാം മാറ്റപ്പെടും. ഒരു നിമിഷത്തിനുള്ളിൽ, ഒരു കണ്ണ് ചിമ്മുന്നതിനുള്ളിൽ അവരോടൊപ്പം ചേർന്ന് ഭൂമിയിൽ നിന്ന് കാണാതായിട്ട് കർത്താവിന് എതിരേൽക്കാനായി ആകാശത്തിൽ എടുത്തുകൊള്ളപ്പെടും. നാം ജീവിക്കുന്ന നാഴിക സ്പഷ്ടമായി സമർത്ഥിക്കപ്പെട്ട് തിരുവഴുത്തിൽ നിന്നും നാം കണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രാത്രിയിലെ യോഗം അവസാനിക്കും മുമ്പ് തന്നെ അത് സംഭവിച്ചേക്കാം. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആയതിനാൽ അതിലൂടെ നാം വചനത്തെ സമീപിക്കുകയാണ്. നാം എബ്രായരുടെ 13-ാം അധ്യായത്തിൽ തിരിക്കുമ്പോൾ 10-ാം വാക്യം തുടങ്ങി 14-ാം വാക്യം വരെ വായിക്കാൻ പോകുന്നു. എബ്രായർ 10-ന്റെ അല്ല എന്നോട് ക്ഷമിക്കണം, എബ്രായർ 13-ന്റെ 10 മുതൽ 14 വരെ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ നമ്മുടെ ദേശീയ പതാകയോട് പ്രതിജ്ഞയെടുക്കുമ്പോൾ അതാണ് നല്ലത്. നാം പ്രതിജ്ഞയെടുക്കുന്ന ഓരോ സമയത്തും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. മറ്റെല്ലാ വിശേഷ അവസരങ്ങളിലും നാം നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കുന്നതിനായി സല്യൂട്ട് ചെയ്യുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നു. നാം കളിക്കുമ്പോൾ നക്ഷത്ര ചിഹ്നങ്ങൾ പതിപ്പിച്ച പതാക എന്തുന്നു, അപ്പോൾ നാം അനങ്ങാതെ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ക്രിസ്ത്യൻ പടയാളികളായ നമുക്ക് എഴുന്നേറ്റ് അനങ്ങാതെ നിൽക്കാം. വായിക്കുന്ന വചനത്തെ വളരെ നന്നായി ശ്രദ്ധിക്കുക. ഞാനത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണമോ, എന്റെ വാക്കുകൾ തോൽവിയടയാം, എന്നാൽ അവന്റെ വാക്കുകൾ തോൽവിയടയില്ല. ആയതിനാൽ ഞാൻ അവന്റെ വചനം മാത്രമാണ് വായിക്കുന്നു എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എബ്രായർ 13-ന്റെ 10-ാം വാക്യം. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തുവച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഈ വചനത്തിന്റെ ഉത്തരവാദിയും അത് ഞങ്ങളുടെ അടുക്കലേക്ക് കലർപ്പില്ലാത്ത വിധത്തിൽ കാലങ്ങളിലൂടെ കൊണ്ടുവന്ന് കാത്തു പരിപാലിച്ചവനുമായ കർത്താവായ ദൈവമേ, ഇത് ദൈവത്തിന്റെ ശുദ്ധവും കന്യകാവചനവുമല്ലോ. ഞങ്ങളിതിനെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ഈ നിമിഷത്തിൽ തന്നെ താലോലിക്കുന്നു. ഇന്ന് രാത്രിയിലേക്ക് ഒരു പശ്ചാത്തലവും അതിലൂടെ ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ മുറിച്ചു നൽകുകയും അതിനാൽ ഞങ്ങൾ മനുഷ്യപുത്രന്മാർ ദൈവത്തിന്റെ ക്ഷണം തിരിച്ചറിയുവാനിടവരട്ടെ. ഇത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഈ സന്ധ്യാസമയത്തേക്കുള്ള എന്റെ വിഷയം പാളയത്തിന് പുറത്തു ചെല്ലുക എന്നതാകുന്നു. ഇതൊരു ചെറിയ
ഒരു ചെറിയ വിചിത്ര വിഷയമാകുന്നു. എന്നാൽ വിചിത്രമായ കാര്യങ്ങളാലാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ലോകം ഒരു പ്രത്യേക സമ്പ്രദായത്താൽ കടന്നുകൂടിയിട്ട് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വിചിത്ര കാര്യമായി തീരുന്നു. ഇവിടെ ഈ കൂടാരത്തിൽ വെച്ച് തന്നെ വിചിത്ര മനുഷ്യൻ എന്നതിനെപ്പറ്റി കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രസംഗിച്ചിരുന്നു. കച്ചവടക്കാരൻ കൃഷിക്കാരൻ ഒരു വിചിത്ര മനുഷ്യനാണ്. കൃഷിക്കാരൻ കച്ചവടക്കാരന് ഒരു വിചിത്ര മനുഷ്യനാകുന്നു. അവിശ്വാസിക്കും മറ്റുള്ളവർക്കും ക്രിസ്ത്യാനി ഒരു വിചിത്ര മനുഷ്യനാകുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഒരു മൂഢനായിരിക്കണം. ആയതിനാൽ അസാധാരണമായ എന്തെങ്കിലും സാധാരണ ഉള്ളിൽ നിന്നും വ്യത്യസ്തമായിരുന്നാൽ അത് നിങ്ങളെ ഒരു മൂഢനാക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ജനങ്ങളും അവന്റെ പ്രവാചകന്മാരും കാലങ്ങളിലൂടെ കടന്നു വന്ന അവന്റെ സന്ദേശവാഹകന്മാർ, വചനത്തിൽ നിന്നും അവന്റെ സന്ദേശം കൊണ്ടുവന്നവർ പുറമേയുള്ളവരാൽ മൂഢന്മാരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. നോഹ പ്രസംഗിച്ചിരുന്ന ജ്ഞാനികളുടെ ലോകത്തിന് അവനൊരു മൂഢനായിരുന്നു. നോഹയുടെ കാൽ സിംഹാസനത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നിട്ടും ഒരു കൂട്ടം മണ്ണ് കുഴിക്കുന്നവർക്കായി അങ്ങനെയാണ് അവർ കരുതിയത്. അതിനുപേക്ഷിച്ചു കളഞ്ഞു എന്നത് ഫറവോനെ സംബന്ധിച്ച് മൂഢത്തരമായിരുന്നു. ജനങ്ങൾക്ക് യേശു ഒരു മൂഢനായിരുന്നു. ദൈവത്തിനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും മൂഢന്മാരായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അവർക്ക് അവരായിരുന്ന പാളയം വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ക്രിസ്തുവിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അധികമായി വിശ്വസിക്കേണ്ടി വരുന്നു. ഇപ്പോൾ എന്റെ പ്രസ്താവനകളെല്ലാം എന്നാൽ സ്പഷ്ടമാക്കാൻ കഴിയും വിധം ചെയ്തുകൊണ്ട് എല്ലാവിധത്തിലും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നോടൊപ്പം അല്പം കഷ്ടം അനുഭവിക്കുക. ഞാൻ രാജ്യമെമ്പാടും നോക്കി പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ വീക്ഷിക്കുമ്പോൾ ജനങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നില്ല എന്നത് എനിക്ക് ശരിക്കും ബോധിച്ചിരിക്കുന്നു. ഈ തടസ്സം എറിഞ്ഞിരിക്കുന്നത് ശത്രുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവർ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു അവനല്ല എന്നതാണ്. ക്രിസ്തുവിനെ, വചനത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഒന്നുകിൽ അവർ ഒരു മതവിശ്വാസത്തെയോ അതല്ല ഒരു വിഭാഗത്തെയോ അതുമല്ലെങ്കിൽ ഒരു പ്രവൃത്തി പരിചയത്തെയോ അതുമല്ലെങ്കിൽ ഒരു തോന്നലിനെയോ അങ്ങനെയുള്ള മറ്റെന്തിനെയോയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാരണത്താലാണ് ജനങ്ങൾ അവരുടെ നിത്യതയിലേക്കുള്ള ലക്ഷ്യം ഏതെങ്കിലും മതതത്വ സംഹിതയിലോ ഏതെങ്കിലും ഒരു തോന്നലിന്മേലോ ഇട്ടിരിക്കുന്നത്. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തു, ഞാൻ അന്യഭാഷ സംസാരിച്ചു, എന്റെ പിന്നിൽ അഗ്നി ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നി. ആ വക കാര്യങ്ങളെല്ലാം പിശാചിനും അനുകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരേ ഒരു കാര്യം മാത്രമേ അവൻ അനുകരിക്കാൻ സാധിക്കാതെയുള്ളൂ, അത് വചനമാകുന്നു. യേശുവും അവനും തമ്മിലുണ്ടായ വാദപ്രതിവാദത്തിൽ ഓരോ തവണയും യേശുവിനെ പരാജയപ്പെടുത്തി. ഇത് എഴുതിയിരിക്കുന്നു, വചനം. അവരിൽ അനേകരും ഒരു വിഭാഗീയ സഭയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ കാരണത്താലാണ് ഇന്ന് ജനങ്ങൾ ക്രിസ്തുവിലേക്ക് വരാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ സഭയിൽ അംഗമാകൂ, അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതതത്വ വേദപാഠങ്ങൾ വായിച്ചു നോക്കൂ, അതുമല്ലെങ്കിൽ ഞങ്ങളുടെ ഉപദേശത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലെ രീതിയിൽ വിശ്വസിക്കൂ. അവർ തെറ്റായ വിധത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ പ്രവൃത്തിയും ജീവിതവും അവർ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നു. അവരുടെ സ്വന്തം ജീവിതത്താൽ തെളിയിക്കുകയും സകലത്തിലും സമർത്ഥിക്കപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണമായി, ഞാൻ ആരുടെയും വികാരം മുറിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ സ്ത്രീകളുടെ പുറകിലായി രാജ്യമെമ്പാടും അവർ മുടിമുറിക്കുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് ബൈബിൾ പ്രകാരമാകുന്നു. സ്ത്രീകൾ നീളം കുറഞ്ഞ കാൽച്ചട്ടകൾ ധരിക്കുന്നതും മേക്കപ്പ് ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾ കഴിയും തോറും അത് മോശമായി വർദ്ധിച്ചു വരുന്നു. അതിന്റെ കാരണമെന്തെന്നാൽ മറ്റാരോ അവരെ മറ്റൊരു വഴിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ്. അവർ ക്രിസ്തുവിലൂടെ കടക്കുന്നില്ല. അവർ ഇങ്ങനെയും കൂടെ പറയും, ഞങ്ങൾ ഒരു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭ അത് പറയുന്നില്ല. നിങ്ങൾ ഏത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. ദൈവം പറഞ്ഞു അത് തെറ്റാകുന്നു. അവർ ക്രിസ്തുവിലൂടെ കടക്കുമ്പോൾ അവർ അത് നിർത്തും. മാത്രമല്ല, പുരുഷനും ക്രിസ്തുവിലൂടെ കടന്നാൽ അവൻ തന്റെ സ്ഥാനത്തെ എടുക്കുകയും അതിനെതിരായിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാനായി ഭർത്താക്കന്മാർ ഭാര്യമാരെ അനുവദിക്കില്ല. ആ വിധത്തിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുകയില്ല.
കഴിഞ്ഞ ദിവസം ഇവിടെ പട്ടണത്തിലെ ചെറുപ്പക്കാരായ ഒരു മനുഷ്യൻ മറ്റു രണ്ട് ചെറുപ്പക്കാരെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ ഒരു പെട്രോൾ പമ്പിൽ ഇരുന്നിരുന്നു. ജെഫർസൺവില്ലയിലെ ജനങ്ങൾ ഇത് പേപ്പറിൽ കണ്ടിരിക്കാനിടയുണ്ട്. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ആ പെട്രോൾ പമ്പിലേക്ക് എന്തെങ്കിലും തരത്തിലെ വസ്ത്രം ധരിച്ചിരുന്നോ എന്ന് പോലും അറിയാനാകാത്ത വിധം അവിടേക്ക് ഓടി വരികയായിരുന്നു. ഈ രണ്ട് ചെറുപ്പക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ചെറിയ കമന്റ് പറഞ്ഞു. അപ്പോൾ ആ അറ്റൻഡർ ആ രണ്ട് ആൺകുട്ടികളെ കൊല്ലാൻ ഒരുങ്ങുകയും അതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ന്യായാധിപൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അവൾ ഈ വിധത്തിലാണോ വസ്ത്രം ധരിച്ചിരുന്നത്? അവൻ പറഞ്ഞു, അവൾ സുന്ദരിയായി കാണപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആ മനുഷ്യന്തോ തെറ്റായിട്ടുണ്ട്. ഞാനത് കാര്യമാക്കുന്നില്ല. അവനൊരു പാപിയാണെങ്കിൽ അവനെന്തോ തകരാറായിട്ടുണ്ട്. അവളെ പട്ടികൾ കടികൂടുന്നത് പോലെ പുറത്തേക്ക് അയക്കുന്നു എങ്കിൽ അവളോട് ആ മനുഷ്യന്റെ സ്നേഹം യഥാർത്ഥമല്ല. അവിടെ എന്തോ തകരാറുണ്ട്. മനുഷ്യൻ തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിവ് കിട്ടിയിരിക്കുന്നു എന്നതിലേക്ക് എപ്പോഴും വന്നിട്ടുണ്ടോ? അവരിപ്പോൾ നിർമ്മിച്ച പുതിയ കുടിവസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടോ? 33 വർഷങ്ങൾക്ക് മുമ്പ് അവസാനമാകുമ്പോഴേക്കും സ്ത്രീകൾ അത്തിയിലേക്ക് വരുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ തന്നെ അവർക്ക് അത്തിയിലെ വസ്ത്രധാരണത്താൽ എളുപ്പം കണ്ടുപിടിക്കാനാവുന്ന സ്കേർട്ടുകൾ ഉണ്ടായിരിക്കുന്നു. കർത്താവിന്റെ വചനം ഒരിക്കലും തോൽവിയടയില്ല. കാണുന്നോ? അത് സംഭവിക്കുന്നത് അവസാനം വരുന്നതിന് തൊട്ട് മുൻപായി വീണ്ടും അത്തിയിലേക്ക് മടങ്ങി വരും. ഞാനത് ലൈഫ് മാഗസിനിൽ വായിക്കുകയായിരുന്നു. അത് പറഞ്ഞത് 33 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പായിരുന്നു. അവരെ പ്രകാരം ഈ ദിവസങ്ങളിൽ ചെയ്യുമെന്ന് പറയപ്പെട്ടിരിക്കുകയും അവർ ഇവിടെ എത്തിയിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവർ പുരുഷന്മാരുടെ വസ്ത്രങ്ങളെ പോലെ ധരിക്കുന്നുവെന്നും എങ്ങനെയാണ് അവർ ഈ രാജ്യത്തിൽ സ്ത്രീകൾ ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്നു എന്നും മറ്റും. ലോകത്തിലെ സകല രാജ്യങ്ങളിൽ വെച്ച് ഈ അമേരിക്ക ഏറ്റവും താഴ്ന്നതായിരിക്കുന്നു. അവൾ കൂട്ടത്തിലെ ഏറ്റവും നികൃഷ്ടയാകുന്നു. ഇത് കണക്കുകൾ പ്രകാരമാകുന്നു. ലോകത്തിൽ എവിടെയുള്ളതിലും വെച്ച് ഏറ്റവും അധികം വിവാഹമോചനങ്ങൾ ഇവിടെ കൂടുതലായി നടക്കുകയും മറ്റു രാജ്യങ്ങൾ മാതൃകയാക്കുകയും ചെയ്യുന്നു. നാം ഫ്രാൻസിനെ ആ രാജ്യത്തിന്റെ അഴുക്കും ചെളിയും മാതൃകയാക്കിയിരുന്നു. ഇപ്പോൾ അവർ നമ്മുടെ വേഷങ്ങൾ എടുത്തിരിക്കുന്നു. നാം അവരുടെ അതിരുകൾക്കപ്പുറവും പോയിരിക്കുന്നു. ക്രിസ്തുവിലൂടെ ജനങ്ങൾ കടക്കാത്തതിന്റെ വസ്തുത എനിക്കറിയാം. അവർ അങ്ങനെ ചെയ്താൽ അവരങ്ങനെ പ്രവർത്തിക്കുകയില്ല. യേശു തന്റെ സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു. വിശുദ്ധീകരണം എന്ന പദം വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാകുന്നു. മിശ്രിതാർത്ഥമായി അതിന്റെ അർത്ഥം ശുദ്ധീകരിച്ച് സേവയ്ക്കായി വശത്തേക്ക് മാറ്റി എന്നാകുന്നു. ദൈവം തന്റെ ജനങ്ങളെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുമ്പോൾ അവരെ ലോകത്തിന്റെ മാലിന്യത്തിൽ നിന്നും ശുദ്ധിയാക്കി അവരെ ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവച്ച് കഷ്ടമനുഭവിച്ചു. ഫുൾ ഗോസ്പലിൽപ്പെട്ട ജനങ്ങൾ പോലും അവർ ഏതിൽ നിന്ന് പുറത്തു വന്നോ അതിലേക്ക് തന്നെ വണ്ടിച്ചക്രത്തിലായി തിരികെ പോയിരിക്കുന്നു. 40-50 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് സഭ എന്തായിരുന്നു? അവർ പുറത്തു വന്നിരുന്ന വിഭാഗീയ സഭകളെ ശപിക്കുകയും പരിഹസിക്കുകയും ഗുണം പിടിക്കാത്തതെന്ന് പറയുകയും ചെയ്തു. അവരെന്താണ് ചെയ്തിരിക്കുന്നത്? നായ തന്റെ ഛർദിയിലേക്കും പന്നി തന്റെ ചെളിക്കുണ്ടിലേക്കും എന്നതുപോലെ അവരെ വെട്ടിയെടുത്തിടത്തേക്ക് തന്നെ അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ പോയിരിക്കുന്നു. അവരുടെ സഭകൾ മറ്റുള്ള എല്ലാത്തിനെയും പോലെ അഴുക്കിലായിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ അതെന്തോ ആയിരിക്കുന്നു. വിശുദ്ധ മത്തായി 17:4-8 വരെ ജനങ്ങൾ പത്രോസ് പറയും പോലെ ആയിരിക്കുന്നു. അവിടെ അവൻ പറയുന്നത്, നാം ഇവിടെ ആയിരിക്കുന്നു നന്ന്, നമുക്ക് 3 കൂടാരങ്ങൾ പണിയാം. എന്നാൽ ആത്മാവ് അവരെ അത് ചെയ്യുന്നെന്ന് വിലക്കി പറഞ്ഞു, ഇതെന്റെ പ്രിയപുത്രൻ, അവനെ കേൾക്കുക. അവൻ വചനമാകുന്നു. നമ്മുടെ അഭിനിവേശത്താലോ മറ്റെന്തെങ്കിലേക്കോ അല്ല, അവനെയാണ്, വചനത്തിലേക്കാണ് നാം നോക്കേണ്ടത്. അവൻ എന്റെ വചനമാകുന്നു, നിങ്ങൾ അവനെ കേൾക്കുവിൻ. അവരോട് ഈ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താണ് കണ്ടത്? മോശയും ഏലിയാവും പോലും അവിടെ സന്നിഹിതരായിരുന്നു. എന്നാൽ അവിടെ യേശുവല്ലാതെ ഒരു മതതത്വ സംഹിതയോ മറ്റെന്തെങ്കിലുമോ അവിടെ ശേഷിച്ചില്ല. അവൻ വചനമാകുന്നു. അത് മാത്രമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ പാളയത്തിന് പുറത്തേക്ക് ചെല്ലുക. ഈ മഹത്തായ അവസരം നടക്കുമ്പോൾ അവർ താവളമടിച്ചിരുന്നത് മറുരൂപമലയുടെ മുകളിലാണെന്ന് നാം കണ്ടു. പിന്നീട് പത്രോസ് അതിനെ വിശുദ്ധ പർവ്വം വിളിച്ചു. അവിടെ വച്ച് അവൻ അവരെ സന്ധിച്ചു. ഇപ്പോൾ പർവ്വതം വിശുദ്ധമായിരുന്നു എന്ന അർത്ഥത്തിലല്ല അപ്പോസ്തലൻ അതിനെ വിളിച്ചതെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധനായ ദൈവം
പർവ്വതത്തിന്മേൽ ഇറങ്ങി വന്നു എന്നാണ് അവൻ അർത്ഥമാക്കിയത്. അത് പരിശുദ്ധമായ സഭയല്ല, പരിശുദ്ധരായ ജനങ്ങളുമല്ല, അത് പരിശുദ്ധാത്മാവ് ജനങ്ങളിലായിരിക്കുന്നതാകുന്നു. പരിശുദ്ധാത്മാവ് പരിശുദ്ധമാകുന്നു. അവൻ നിങ്ങളുടെ നിയന്ത്രണകർത്താവും നായകനുമാകുന്നു. മറുരൂപമാക്കപ്പെട്ട ഈ ചെറിയ മലയുടെ മുകളിലെ താവളത്തിൽ നാം ഇത് കാണുന്നു. അവർ കേൾക്കാനായി കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരോട് കൽപ്പിച്ച ഏക കാര്യം വചനം ശ്രവിക്കുക എന്നതായിരുന്നു. ഒരു മതതത്വ സംഹിതയല്ല, ആ കാര്യം മാത്രമാണ് അവർ കണ്ടത്. അവർ യേശുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കണ്ടില്ല. അവൻ ശരീരത്തിലായി തീർന്ന വചനമാകുന്നു. അതത്ര മനോഹരമായിരിക്കുന്നു. ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന അതേ താവളം ദൈവം തന്റെ സഭയെ ഏദൻ തോട്ടത്തിൽ കോട്ട കെട്ടി സൂക്ഷിച്ചിരുന്നപ്പോൾ അവന്റെ ജനങ്ങൾക്ക് അവർക്ക് പിന്നിൽ നിൽക്കാനായി ഒരു മതിലുണ്ടായിരുന്നു. അതവന്റെ വചനമായിരുന്നു. അവർക്കൊരു പരിച, ഒരു കവചം, ഏക കാര്യമുണ്ടായിരുന്നു. കാരണം അത് പിശാചിനെ പരാജയപ്പെടുത്തുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. അത് വചനമായിരുന്നു. യേശു അതേ കാര്യം തന്നെ ചെയ്തു. അവൻ വചനമാകുന്നു. ഇതെഴുതിയിരിക്കുന്നു. സാത്താൻ അതിനെ ഉദ്ധരിക്കാൻ ശ്രമിച്ചു, അവനായി അതിനെ ഉദ്ധരിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഇതും കൂടെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നാം തികച്ചും വചനത്തിൽ തന്നെ നിലനിന്നിരിക്കണം. പത്രോസും യാക്കോബും യോഹന്നാനും ആ ചെറിയ താവളത്തിൽ അവിടെ ആയിരുന്നപ്പോൾ യേശുവും മോശയും ഏലിയാവും ഉണ്ടായിരുന്നു. അവരുടെ താവളത്തിൽ അവർ സ്വർഗീയ സേനയുടെ നിഴലിൽ അഥവാ കർത്താവായ യേശുവിനെ രൂപാന്തരപ്പെടുത്തിയ അഗ്നിസ്തംഭം തൂങ്ങിക്കിടന്നിരുന്നത് കണ്ടു. അവർ ഒരു സംഘടനാ സഭ ഉണ്ടാക്കാനായി തയ്യാറെടുക്കുമ്പോൾ ഒന്ന് ന്യായപ്രമാണത്തിനും ഒന്ന് പ്രവാചകന്മാർക്കും അങ്ങനെയും മറ്റുമുള്ളതിനും ആ ശബ്ദം പറഞ്ഞു, ഇതെന്റെ പ്രിയപുത്രനാകുന്നു, അവനെ കേൾക്കുക. അപ്പോഴത് ഏദൻ തോട്ടത്തിലായിരുന്നതുപോലെ തന്നെ അവർക്ക് ആ കൽപ്പന കൊടുക്കപ്പെട്ടു, വചനവുമായി നിൽക്കുക. അതാണ് ദൈവത്തിന്റെ ജനങ്ങൾക്കായിട്ടുള്ള അവന്റെ താവളം. ഇന്നു കാഴ്ചയിൽ ആ താവളത്തിന് പുറത്തു പോകുന്ന ദിവസമായി കാണപ്പെടുന്നു. സകലത്തിൽ നിന്നും അവർ അതിന്റെ അതിരിനപ്പുറത്ത് പോകുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. അവർക്കൊരു ചെത്തി വിമാനമുണ്ട്. അതിന് അവ ശബ്ദമുണ്ടാക്കുന്നത് നാം ഇവിടെ ചുറ്റുമായി കേൾക്കാറുണ്ട്. അത് ജനാലകളെ കുലുക്കുന്നു. അതതിന് ശബ്ദത്തെ മറികടക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിനെ ശബ്ദപരിമിതി എന്ന് പറയുന്നു. അതിന്റെ ശബ്ദപരിമിതിക്കപ്പുറമായി അത് പോകുമ്പോൾ അതിനെന്തെല്ലാം ചെയ്യാനാകും എന്നത് അപരിമിതമാകുന്നു. അവിടെ നമുക്കൊരു പാഠം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം നമ്മുടെ ശബ്ദപരിമിതിക്കും അപ്പുറമായി ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകുമ്പോൾ താവളത്തിന് പുറത്തേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന മനുഷ്യരിലൂടെ ദൈവത്തിന് എന്തെല്ലാം ചെയ്യാനാകും എന്നുള്ളത് അപരിമിതമാകുന്നു. അങ്ങനെയാണിപ്പോൾ നാം അത് കാണുന്നു. താവളത്തിന് പുറത്തു പോകുക, ഇതിന്റെ പുറത്തു പോകുക. സാമാന്യ ബുദ്ധിയുടെ ആ താവളത്തിന്റെ പുറത്തേക്ക്, വിവേകചിന്തയുടെ പാളയത്തിന് പുറത്തേക്ക് സാത്താനും കൂടെ തന്റെ ജനങ്ങളെ കൊണ്ടുപോകുന്നതായി ഞാൻ കാണുന്നു. താവളത്തിന് പുറത്തേക്ക് മറ്റൊരു വഴിയിലൂടെ സാത്താൻ തന്റെ ജനങ്ങളെ കൊണ്ടുപോകുന്നു. ദൈവം തന്റെ ജനങ്ങളെ ഈ മാർഗത്തിലൂടെ എടുത്തുകൊണ്ടുപോകുന്നു. സാമാന്യമായ സഭ്യതയുടെ താവളത്തിന് പുറത്തേക്ക് സാത്താൻ അവരെ കൊണ്ടുപോകുന്നു. ജനങ്ങൾ അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ സദാചാരങ്ങളിലൂടെ കടക്കേണ്ടതിന് ഇന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യൻ തന്റെ ഭാര്യയെ അങ്ങനെ വേഷം ധരിപ്പിച്ചിട്ട് അവിടെ ആയിരിക്കാൻ അനുവദിക്കുകയും അവൾ അധിക്ഷേപിച്ചപ്പോൾ അവനെങ്ങനെ മറ്റേ അടിക്കാനും കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് സാമാന്യ ബുദ്ധിക്കും പുറത്താകുന്നു. അവൻ അതിൽ നന്നായി അറിയണമായിരുന്നു. സാമാന്യ ബുദ്ധിക്കും പുറത്ത് ഇതെല്ലാം അവസാനിക്കുന്നതിനും എവിടെയാണ്? എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും പുരുഷനോടോ സ്ത്രീയോടോ ഞാനിത് നിങ്ങളോട് ചോദിക്കുകയാണ്. എന്റെ അമ്മയോ അല്ല നിങ്ങളുടെ അമ്മയോ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ബിക്കിനീസ് എന്നോ ഷോട്ടുകളെന്നോ വിളിക്കുന്ന ഒരു ജോഡി ഈ വകയുമായി തെരുവിൽ നടന്നെങ്കിൽ എന്തായേനെ? നിയമം അവരെ അപ്പോൾ തന്നെ പൊക്കിയെടുക്കുകയും ഏതെങ്കിലും ഭ്രാന്താശുപത്രി അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ മേൽക്കുപ്പായമില്ലാതൊരു മഹിള വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ അവളെ ഈ സ്ഥാപനത്തിൽ അടയ്ക്കണം. കാരണം മാനസികമായി എന്തോ തകരാറുണ്ടായിരിക്കുന്നു.
to do a thing like that then. അന്നൊരു കാര്യം മാനസികമായി തന്നെ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ എന്തോ ചിലത് ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന കാര്യം വളരെ തീർച്ചയായിരിക്കുന്നു. അതിപ്പോഴും ഒരു മാനസിക കുറവായിട്ട് വിവേക ചിന്തയുടെ പുറത്തായി പോകുന്നു. അശുദ്ധി. And when a man can smoke cigarettes, and the ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുകയും ആ കാരണത്താൽ വർഷം തോറും ആയിരങ്ങൾ മരിക്കുന്നു എന്ന് ഡോക്ടർമാർ അവന് തെളിയിച്ചു കാണിച്ചതിനു ശേഷവും അവൻ സിഗരറ്റ് പുകയ്ക്കുന്നു എങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിന് എന്തോ സംഭവിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. ഒരു മനുഷ്യന് മാനസിക ഞെട്ടലുണ്ടായിട്ട് അവന് ശരിയാക്കാൻ സാധിച്ചില്ല, അവന് തന്നെത്താൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ എന്തു ചെയ്യും? അവൻ ഈ രാജ്യത്തിലുള്ള എല്ലാ ഡോക്ടർമാരുടെ അടുക്കലും പോവുകയും അവന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അവൻ തന്റെ പണം മുഴുവനും ചിലവഴിക്കുകയും അതിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് തന്റെ കാറിലോ ഒരു ബാറിലോ ഇരുന്ന് അവൻ തികച്ചും ബോധമില്ലാതാകും വരെ കുടിക്കുകയാണെങ്കിലോ, മദ്യപിക്കാതെ തന്നെ ആ ലഹരിയിലേക്ക് ആ അവസ്ഥയിലേക്ക് കടക്കുന്നെങ്കിൽ അവൻ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായി അവൻ ഓരോ ഡോക്ടറുടെ കാര്യാലയവും കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. ഒരു പ്രാപ്പിടിയൻ പരുന്ത് പട്ടണത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ഞാൻ എന്റെ തോക്കെടുത്തുകൊണ്ട് വീട്ടിന് പിൻവശത്ത് മുറ്റത്തേക്ക് പോയി ആ പരുന്തിനെ വെടിവെച്ചാൽ അപ്പോൾ തുടങ്ങി 10 നിമിഷത്തിനുള്ളിൽ തന്നെ അവരെന്നെ ജയിലിലടയ്ക്കും. അവർ എന്നെ അറസ്റ്റ് ചെയ്യും. കാരണം പൊതുവായ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരിക്കുന്നു. പട്ടണത്തിൽ ഒരു തോക്ക് ഉപയോഗിച്ച് ആകാശത്തേക്ക് ഉയർത്തി ഒരു പരുന്തിനെ വെടിവെച്ച് ജനങ്ങളുടെ ജീവനെ അപകടത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആരെയും കൊന്നിരുന്നെങ്കിൽ അവരിങ്ങനെ പറയും, അവനെ വെറുതെ വിടണമായിരുന്നു. അവർ ഒരു മനുഷ്യന് അവന് കുടിക്കാൻ കഴിയുന്നത്രയും മദ്യം വിൽക്കുകയും അവനൊരു കാറിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കാർ ഓടിച്ച് ഒരുപക്ഷെ ഒരു മുഴുവൻ കുടുംബത്തെയും കൊന്നുകളഞ്ഞിരിക്കാം. അവൻ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ $5 വിലയും അടയ്ക്കുന്നു. കൽപ്പിച്ചു കൂട്ടിയുള്ള കൊലപാതകൻ. ലോകത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എവിടെയോ എന്തോ തകരാറുണ്ട്. ഇപ്പോൾ പാളയത്തിന് പുറത്തു ചെല്ലുക, സഭ്യതയുടെ പുറത്ത്, വിവേകത്തിന്റെ പുറത്ത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ ബൈബിൾ വായിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാർ ഒന്നും തന്നെ പറയുന്നില്ല. ഏത് വശത്തേക്കാണ് കാറ്റ് വീശാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. അവർ ഭയപ്പെടുന്നു. അവർ വോട്ട് മൂലം തോൽക്കുമോ ഇല്ലയോ എന്നവർക്കറിയില്ല. നമുക്ക് മറ്റൊരു അബ്രഹാം ലിങ്കനെ ആവശ്യമായിരിക്കുന്നു. നമുക്ക് മറ്റൊരു ജോൺ ക്യൂൻസി ആദാമിനെ ആവശ്യമായിരിക്കുന്നു. ഏത് വശത്തേക്കാണ് കാറ്റ് വീശുന്നതെന്ന് കാര്യമാക്കാതെ തങ്ങളുടെ സത്യസന്ധമായ ദൃഢവിശ്വാസത്തെ പറയുന്ന ആരെങ്കിലും നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്നത്തെ സംഘടനാ സഭയിലെ ഒരു പ്രാസംഗികൻ വചനത്തിൽ നിന്നും നിങ്ങൾ അയാൾക്ക് സത്യം കാണിച്ചു കൊടുത്താലും അയാൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. തന്റെ അന്നത്തിന്റെ കാർഡ് നഷ്ടപ്പെടുത്തുമോ എന്ന് അയാൾ ഭയപ്പെടുന്നു. ദൈവത്തിന്റെ വചനമാണോ അതോ സംഘടനാ സഭയാണോ ശരി? എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും ചൂണ്ടിക്കാണിക്കാനാകുന്നതും ധൈര്യത്തോടെ സുവിശേഷം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ദൃഢവിശ്വാസത്തിൽ നിൽക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നു. യേശു പറഞ്ഞു, സകല മനുഷ്യന്റെ വാക്ക് ഭോഷ്കും, എന്റേത് മാത്രം സത്യവുമായിരിക്കട്ടെ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനത്തിനോ ഒരിക്കലും മാറ്റം വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അവരുടെ ഉത്തരം കണ്ടെത്താനായി അവർ ദൈവവചനത്തിന്റെ പാളയത്തിന് പുറത്തേക്ക് പോകുന്നു. അവൻ ചെയ്തിരിക്കുന്നു. ദൈവവചനത്തിന്റെ പാളയത്തു നിന്നും അവൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവയെ കൊണ്ട് ചെയ്യിച്ചതുപോലെ അവരെ വശീകരിച്ച് ഇന്നും സാത്താൻ അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. ശരി, നാം അത് കണ്ടു കഴിഞ്ഞു. പാളയമല്ലാതെ ജനങ്ങളെ അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളിലേക്കും സിദ്ധാന്തങ്ങളിലേക്കും അവരുടെ മതവിശ്വാസ പ്രമാണത്തിന് സിദ്ധാന്തങ്ങളിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അവർക്കും ഒരു പാളയമുണ്ട്. അതെ, അവരെ ആ പാളയത്തിലിടുന്നു. അവന്റെ വിദ്യാഭ്യാസത്താലും മതതത്വ വേദശാസ്ത്രത്താലും പ്രവൃത്തികളാലും ഡോക്ടറേറ്റ് ഡിഗ്രികളാലും വിദ്യാഭ്യാസ സംബന്ധിയും വ്യക്തിത്വവുമായി വചനത്തിന്റെ പാളയത്തിന് പുറമേയുള്ള സകലത്തിനും വിരുദ്ധമായതുമാകുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ എവിടെ വെച്ചും ദൈവത്തെ സന്ധിക്കാമായിരുന്നു. ദൈവത്തെ സന്ധിക്കുക എന്നത് മനുഷ്യന് സാധാരണ കാര്യമായിരുന്നു. എന്നാൽ ഇന്നവർ സന്ധിക്കാത്ത എന്തുകൊണ്ടാണ്? ഇന്ന് ജനങ്ങൾ വളരെ കൂടുതലായിരിക്കുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 1000 ദശലക്ഷം പേർ കൂടുതലായിരുന്നിട്ടും ദൈവം ഇന്നവർക്ക് ഒരു പുരാണമോ പറഞ്ഞു പോന്നിരുന്ന ഒരു പുരാണ കഥയോ മറ്റോ ആയി തീർന്നിരിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ
ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നതുപോലെ അവർ വ്യക്തിപരമായി ദൈവത്തെ സന്ധിക്കുന്നില്ല. അവർക്ക് കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ദൈവത്തെ സന്ധിച്ചു എന്നത് സാധാരണ ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ പറഞ്ഞാലോ അവനെ ഒരു ഭ്രാന്തനായി കാണുന്നു. തന്റെ മനോനില നഷ്ടപ്പെട്ട ഒരാൾ. അതവർക്ക് അത്രമാത്രം അസാധാരണമായ കാര്യമായിരിക്കുന്നു. അബ്രഹാമിന്റെയും അവന്റെ പാളയത്തിന്റെയും കാര്യത്തിൽ ഏകദേശമുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിലും അബ്രഹാം ദൈവത്തെ സന്ധിക്കുമായിരുന്നു. അവനുമായി സംസാരിച്ചിരുന്നു. അത് മാത്രമല്ല, ഒരു പരദേശിയായി അവൻ ഗരാറിലേക്ക് പോയപ്പോൾ അവിടെ വച്ചൊരു ഫിലിസ്തീനായിരുന്ന അബീമേലെക്കിന്റെ പാളയത്തിലും ദൈവമുണ്ടായിരുന്നതായി നാം കാണുന്നു. അതൊരു സാധാരണ കാര്യമായിരുന്നു. അവർ അവന്റെ സാന്നിധ്യത്തിന്റെ പാളയത്തിൽ ജീവിച്ചു പോന്നു. ഇന്നോ അവർ അവരുടെ സ്വന്തം പാളയത്തിൽ ജീവിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ പാളയവുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. അവർക്ക് അതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. എന്തുകൊണ്ടെന്നാൽ അത് ലോകത്തിന് മതഭ്രാന്ത് പിടിച്ചൊരു കാര്യമാകുന്നു. അതവർക്ക് മതഭ്രാന്ത് ഉണ്ടാക്കുന്നതാകുന്നു. എന്നാൽ ഓർക്കൂ, ജനങ്ങൾക്കായി ദൈവം ആദ്യത്തെ പാളയം നിർമ്മിച്ചപ്പോൾ അവനെ അവന്റെ വചനത്താലാണ് കോട്ട കെട്ടി കാത്തിരുന്നത്. അവൻ ഇപ്പോഴും ചെയ്യുന്നു. എന്നാൽ ഇന്നോ അവരുടെ പാളയങ്ങളിൽ അവർ അതങ്ങനെ ചെയ്യുന്നില്ല. ആ കാരണത്താൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അധികമായിട്ടൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ പാളയം മോശയെപ്പോലെ അവൻ മോശയെ എങ്ങനെയാണ് വനാന്തരത്തിൽ വെച്ച് കണ്ടുമുട്ടിയത്? മരുഭൂമിയുടെ പിൻവശത്തായി മോശയ്ക്ക് അവന്റെ അമ്മായി അപ്പനായി ഇത്രയുടെ കുറെ ആടുകളെ മേയ്ക്കുന്ന ഒരു പാളയമുണ്ടായിരുന്നു. ഒരു ദിവസം ഈ വയസ്സായി 80 വയസ്സുള്ള ആടുമേയ്പ്പൻ അവനൊരു വെളിച്ചം കണ്ടു. കുറ്റിക്കാട്ടിൽ കത്തുന്നൊരു അഗ്നിസ്തംഭം. ദൈവത്തൊന്നും ഓടിപ്പോയിരുന്ന മനുഷ്യൻ അവൻ ദൈവത്തെ സന്ധിച്ചു. അടുത്ത ദിവസം തന്നെ ചില നേരങ്ങളിൽ നിങ്ങൾ ദൈവത്തെ സന്ധിച്ചു കഴിയുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അടുത്ത ദിവസം മോശ വളരെ അസാധാരണമായി കാണപ്പെട്ടു. അവൻ തന്റെ ഭാര്യയെ ഒരു കോവർ കഴുതപ്പുറത്തിരുത്തി. അവളുടെ അരയിൽ ഒരു കുഞ്ഞ്. തന്റെ താടി ഞാൻ കിടക്കുന്നു. അവന്റെ കയ്യിൽ ഒരു വളഞ്ഞ വടിയുമായി മിസ്രയീമിലേക്ക് ആ രാജ്യം പിടിച്ചെടുക്കാനായി പോകുന്നു. ഇപ്പോൾ ഇതൊരു അഭാസ്യമായ കാഴ്ചയാകുന്നു. മോശേ, നീ എവിടെ പോകുന്നു? മിസ്രയീമിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? അതിനെ പിടിച്ചെടുക്കാൻ. അവൻ ദൈവത്തെ സന്ധിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ഒറ്റയാൾ ആക്രമണം. അത് കാഴ്ചയ്ക്ക് തീരെ മോശമായി കാണപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ കാര്യം എന്തായിരുന്നു എന്നാൽ അവൻ അത് ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തെ സന്ധിച്ചു കഴിഞ്ഞിരുന്നു. റഷ്യ പിടിച്ചടക്കാനായി ഒരു മനുഷ്യൻ പോകുന്നത് പോലെ അത് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള മനുഷ്യൻ. മോശെ ദൈവത്തിന് ഇഷ്ടപ്രകാരമായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു വളഞ്ഞ വടി, ഒരു വാളല്ല, ഒരു വടി. അസാധാരണമായ കാര്യങ്ങളെ ദൈവം ചെയ്യുന്നു. എന്നാൽ ഓർക്കൂ, ഇത് ചെയ്യുന്നതിനായി അവൻ താമസിച്ചിരുന്ന പാളയത്തിൽ നിന്നും പുറത്തു വരണമായിരുന്നു. കാരണം അവൻ അവിടെ ഒരു വലിയ കൂട്ടം പാളയത്തോടൊപ്പം ആയിരുന്നിട്ടും അത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മിസ്രയീമിലെ സകല പട്ടാളത്തെ കൊണ്ടും അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ദൈവം അവനെ തന്റെ പാളയത്തിലേക്ക് ക്ഷണിച്ചു. അവൻ ചോദിച്ചു, നീ ആരാകുന്നു? അവൻ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാൻ ആയിരുന്നു എന്നോ ഞാൻ ആകുമെന്നോ എന്നല്ല, വർത്തമാനകാലം ഞാനാകുന്നവൻ ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. ഞാൻ ജനങ്ങളുടെ നിലവിളി കേട്ടിരിക്കുന്നു. എന്റെ വാഗ്ദാനം ഞാൻ ഓർത്തു. ഇത് നിവൃത്തീകരിക്കേണ്ട സമയം ഇതാകുന്നു. മോശെ, നിന്റെ കയ്യിലുള്ള ഈ വടിയുമായി ഞാൻ നിന്നെ അവിടേക്ക് അയക്കുന്നു. എന്തായിരുന്നു അത്? ഇപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു എന്നാണ് ജനങ്ങൾ കരുതിയത്. എന്നാൽ അവൻ എന്താണ് ചെയ്തത്? അവന്റെ സ്വന്തം പാളയത്തൊന്നും പുറപ്പെട്ടു പോയി. കൂളിന്റെ പാളയത്തൊന്നും പിറവോൻ അവനെ 40 വർഷം പഠിപ്പിച്ചു. അവൻ തോൽവി അടഞ്ഞിരുന്നു. ദൈവത്തിന് അവനിൽ നിന്നും അത് പുറത്തെടുക്കേണ്ടതിന് മറ്റൊരു 40 വർഷം വേണ്ടി വന്നു. അവന് ലഭിച്ചതും അവനെ പഠിപ്പിച്ചതുമായ സകല വിദ്യാഭ്യാസവും സകല മതതത്വ വേദശാസ്ത്രവും അവനിൽ നിന്നും പുറത്തെടുക്കേണ്ടതിന് 40 വർഷം വേണ്ടി വന്നു. അതിനുശേഷം ദൈവം അവനെ 40 വർഷങ്ങൾ ഉപയോഗിച്ചു. അവന്റെ മനുഷ്യനെ പരിശീലിപ്പിക്കുക എന്നത് ദൈവത്തിനൊരു കഠിനമായ സമയമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ മനുഷ്യനിർമ്മിതമായ പാളയം വിട്ട് മോശയെ പുറത്തു വരുവോളം അതിനെ പട്ടാളത്താൽ വിടുവിക്കാനാകും എന്ന വിധത്തിൽ നിന്നും ആത്മീയ വിധത്തിൽ ചെയ്യാമെന്ന് വരുവോളം അവൻ ഒരിക്കലും മോശമേൽ ഒരു പിടുത്തം കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞ് അവൻ ആ പാളയത്തിലേക്ക് കടന്നപ്പോൾ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ സാധിച്ചു. ഇപ്പോൾ നാം ഈ വനാന്തരത്തിൽ കാണുന്നത് ബാക്കിയുള്ള സമയത്തിനും കൂടെ നിങ്ങളെ തന്നെ അടിമകളായി വിൽക്കുക എന്നവരോട് പുരോഹിതന്മാർ പറയുന്ന പാളയത്തിൽ നിന്നും മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് ദൈവത്തിന്റെ പാളയത്തിലേക്ക് വരാം എന്ന തീരുമാനം അവരെടുത്തു. ജനങ്ങളെ വിടുവിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ ഉണ്ടായിരിക്കുകയും ആ വചനം തന്റെ കൈവശമുണ്ടെന്ന് പ്രവാചകനായ മോശെ കടന്നുവന്ന് സമർത്ഥിച്ച് കാണിക്കുകയും ചെയ്തപ്പോൾ അവരായിരുന്ന പാളയത്തിൽ നിന്നും ആ സമയത്തേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന്റെ പാളയത്തിലേക്ക് പുറപ്പെട്ടു പോയി.
അവർ ആ പ്രവാചകനിൽ വിശ്വസിച്ചു. കാരണം സമർത്ഥനത്തിന്റെ അടയാളം അത് കൃത്യമായും ദൈവത്തിന്റെ വചനമാണെന്ന് തെളിയിച്ചു കാണിച്ചിരുന്നു. അവൻ തെളിയിക്കാനായി കാണിച്ചിരുന്ന കാര്യങ്ങൾ ശരിയായിരിക്കുകയും അഗ്നിസ്തംഭം അവനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ട് അത് ദൈവത്തിന്റെ വചനമായിരുന്നു എന്ന് തെളിയിച്ചു കാണിച്ചു. ഇപ്പോൾ ഈ പാളയത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഈ പാളയത്തിലുണ്ടായിരുന്നു. അവർ അവരെ നേരെ വനാന്തരത്തിലേക്ക് കൊണ്ടുപോയി. അവരുടെ പ്രാകൃത പാളയത്തെ അവർ വിട്ടു. അവർ ചെളിയുടെ പാളയത്തെ അവർ വിട്ടുപോയിരുന്നു. വനാന്തരത്തിലെ കൂടാരങ്ങളിൽ അവിടെ ഒരു വിത്തോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പാർക്കാനായി അവർ വൈക്കോലും ഇട്ടുകയും കൊണ്ടുണ്ടാക്കിയ പാളയം ഉപേക്ഷിച്ചിരുന്നു. ചില നേരങ്ങളിൽ നമ്മുടെ ചിന്തയിൽ വിഡ്ഢിത്തമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ചെയ്യാനായി ദൈവം നമ്മോട് പറയും, നിങ്ങളുടേതായ യുക്തിചിന്തയുടെ പാളയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപേക്ഷിക്കാനായാൽ ആ സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്നു. ശ്രദ്ധിക്കൂ, അവർ ഈ പാളയത്തുനിന്ന് നീങ്ങി വനാന്തരത്തിലേക്ക് കടന്നപ്പോൾ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളും ഉണ്ടായി. ഇപ്പോൾ ഓർത്തിരിക്കൂ, അവർ മിസ്രയീമിന്റെ പാളയത്തു നിന്നും ദൈവത്തിന്റെ പാളയമായ വനാന്തരത്തിലേക്ക് കടന്നു എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. അതപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ദൈവം പറഞ്ഞു, നിന്റെ ജനം 400 വർഷം അവിടെ വസിക്കും. എന്നാൽ ഞാൻ എന്റെ ബലമുള്ള ഭുജത്താൽ അവരെ വിടുവിച്ച അവർക്ക് ഇവിടെയുള്ളൊരു ദേശം കൊടുക്കും. അങ്ങനെ അവരൊരു യാത്ര തുടങ്ങിയിട്ട് ഒരു സമർത്ഥിക്കപ്പെട്ട പ്രകാശത്താലും ഒരു സമർത്ഥിക്കപ്പെട്ട പ്രവാചകനാലും അടയാളങ്ങളാലും അത്ഭുത അതിശയങ്ങളാലും ദൈവം അവരുടെ പാളയത്തിലുണ്ടായിട്ട് അവർ യാത്ര പുറപ്പെട്ടു. അവർക്കൊരു അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു, അവർക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവർക്ക് മന്നയുണ്ടായിരുന്നു, അവർക്ക് ജീവജലമുണ്ടായിരുന്നു. ആമേൻ. അവർ മാറ്റിയിരുന്നു, അവരുടെ പാളയം മാറ്റിയിരുന്നു. അവർക്കത് ചെയ്യേണ്ടിയിരുന്നു. അവർക്ക് ആ കാര്യങ്ങൾ മിസ്രയീമിലുണ്ടായിരുന്നില്ല. ആ അലൗകികമായതിനെ കാണേണ്ടതിന് അവർക്ക് അവരുടെ പാളയത്തിന് നിലം മാറ്റണമായിരുന്നു. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം എന്നൊന്നില്ല. ഈ തിരുവെഴുത്തുകളെല്ലാം തെറ്റാണ്. അതെല്ലാം മറ്റൊരു കാലത്താണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുന്ന വിഭാഗീയ സഭയുടെ പാളയങ്ങളെ ഇന്നുള്ള ജനങ്ങൾക്ക് മാറ്റേണ്ടതായി വരും. നിങ്ങളുടെ പാളയത്തിന് നിലങ്ങളെ നിങ്ങൾ തന്നെ മാറ്റിയിട്ട് ആ പാളയത്തിന് പുറത്തേക്ക് പോയി അതെവിടെയാണോ സാധ്യമായിരിക്കുന്നത് അവിടേക്ക് പോകേണ്ടതുണ്ട്. അവയെല്ലാം തന്നെ അവന്റെ സാന്നിധ്യം പാളയത്തിലുണ്ടായിരുന്നു എന്ന് സമർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, പിന്നീട് മോശെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മതതത്വവേദശാസ്ത്രത്തിന്റെയും സമ്പ്രദായങ്ങളുടെയും ഒരു മനുഷ്യനിർമ്മിത പാളയമുണ്ടാക്കി. ദൈവം ജനങ്ങളോടൊപ്പം വളരെയേറെ കാലം വസിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ പാളയത്തിൽ അവരോടൊപ്പം വസിച്ചില്ല. കാരണം അവർ ഒരു പാളയമുണ്ടാക്കി, സ്വതവേ ഉണ്ടാക്കിയ പാളയമായിരുന്നു. ഓർക്കൂ, അവരെ മിസ്രയീമിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചപ്പോൾ ദൈവം അവർക്കൊരു പ്രവാചകന് നൽകി, അവർക്കൊരു ബലിക്കുഞ്ഞാണ്ട് നൽകി, അവർക്കാവശ്യമായിരുന്ന സകലവും നൽകി. ഒരു വചനം, ഒരടയാളം, ഒരത്ഭുതം, അവരെ നയിക്കാനായി ഒരു പ്രവാചകൻ, അവരെ കാത്തുപരിപാലിക്കാനായി ഒരു പാപപരിഹാരം, അവരെ വഴി നടത്താനായി ഒരു അഗ്നിസ്തംഭം. അവർ വനാന്തരത്തിലേക്ക് കടന്നപ്പോഴും അപ്പോഴും ഒട്ടും തൃപ്തരായിരുന്നില്ല. അവർക്ക് സ്വയമായി ചെയ്യാനാവുന്ന എന്തെങ്കിലും ആവശ്യമായിരുന്നു. കൃപയായിരുന്നു അത് നൽകിയത്. ഇപ്പോൾ അവർ സ്വയം എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവർക്കൊരു സംഘടന രൂപീകരിക്കാനായി ആഗ്രഹിച്ചിട്ട് മഹാപുരോഹിതൻ ആരാകും, ഇതാരായിരിക്കും, അതും മറ്റേതും ആരാകും എന്നുള്ള വഴക്കും പോരാട്ടവും മറ്റുമുണ്ടാക്കിയിരുന്നു. ഒരു ദിവസം ദൈവം പറഞ്ഞു, മോശെ, നിന്നെ അവരിൽ നിന്ന് വേർപെടുത്തുക. അവർ മറത്തുനിന്നിരുന്നതിനാൽ കോറയോടൊപ്പം ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഈ അടയാളങ്ങളും അത്ഭുതങ്ങളുമെല്ലാം അവന്റെ സാന്നിധ്യത്തെ സമർത്ഥിച്ചിരുന്നു. അതിനുശേഷവും അവൻ ദൈവത്തിന്റെ വചനത്താലുള്ള പാളയമല്ലാതെ മതതത്വ വേദശാസ്ത്രത്തിന്റെയും സമ്പ്രദായങ്ങളുടെ ഒരു പാളയം മനുഷ്യൻ തന്നെ താനുണ്ടാക്കി, അവരുടെ സ്വന്തമായ ഒരു പാളയം. അവൻ അവരെ വിട്ടുകളയേണ്ടി വന്നു. കാരണം അവൻ വചനമാകുന്നു. അവന്റെ ഈ വചനത്തിന് പുറമേ നിന്നും പഠിപ്പിക്കുന്നിടത്ത് അവന് നിൽക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് ആ പാളയത്തിൽ വസിക്കാൻ സാധിക്കില്ല. അവന് കഴിയുകയില്ല. അവൻ ഒരിക്കലും താമസിച്ചിട്ടില്ല. അവന്റെ വചനം എവിടെയാണോ അവിടെ മാത്രമേ അവൻ വസിക്കുകയുള്ളൂ. അന്ന് അവൻ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ആ മുഴുവൻ കൂട്ടരുടെ ഇടയിൽ നിന്നും അവൻ ആ പാളം ഉപേക്ഷിക്കേണ്ടി വന്നിട്ട് അവന്റെ വചനം വന്നിരുന്ന പ്രവാചകന്മാരുടെ അടുക്കൽ അവൻ വസിക്കേണ്ടി വന്നു. സമയത്തെ സമർത്ഥിച്ചു കാണിക്കാനായി വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വന്നിരുന്നു. അവൻ പ്രവാചകന്മാരുടെ അടുക്കൽ വസിക്കുകയും പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജനങ്ങളെ അവർ ശപിക്കുകയും അതൊരു ശാപവസ്തുവുമായിരുന്നു. ദൈവം അവരെ തന്റെ കൽപ്പനകളെയും ജീവിത രീതികളെയും പഠിപ്പിച്ചിരുന്നു. ജനങ്ങളെല്ലായ്പ്പോഴും അതിനെതിരായിരുന്നിട്ട് പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും അവസാനം അവരെ കല്ലെറിഞ്ഞു കൊല്ലുകയോ അതല്ലെങ്കിൽ അവരെ വാളിനാൽ കഷ്ണം കഷ്ണമാക്കുകയോ ചെയ്തിട്ട് നീക്കിക്കളയുമായിരുന്നു. യേശു ചോദിച്ചു, ഏത് പ്രവാചകനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ കൊല ചെയ്യാതിരുന്നത്? അവരുടെ അടുക്കലേക്ക് അയച്ച നീതിമാന്മാരെ അവരിൽ ആരെയാണ് കൊല ചെയ്യാതിരുന്നത്? എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികളെ നിങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
അവൻ സംസാരിച്ചത് കമ്മ്യൂണിസ്റ്റുകളോടായിരുന്നില്ല. അവൻ സംസാരിച്ചത് വിഭാഗീയ സഭയിലെ ജനങ്ങളോട്, പുരോഹിതന്മാരായിരുന്ന പരീശന്മാരോടും സദൂക്യന്മാരോടുമായിരുന്നു. ഇന്ന് രാത്രിയിലും അവന്റെ ശബ്ദത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും ഒരുപക്ഷെ അവരോട് അല്പം കൂടുതൽ കഠിനമായിരിക്കുന്നു എന്നും മാത്രം. ഇപ്പോൾ അന്ന് അവൻ തന്റെ പ്രവാചകന്മാരുടെ വസിച്ചിരുന്നതായി നാം കണ്ടു. അങ്ങനെ അവൻ അവർക്കൊരു അപരിചിതനായി തീർന്നു. കാരണം അവൻ തന്റെ വചനത്തിൽ മാത്രം അതിനെ ഉറപ്പിക്കാനായി വസിച്ചിരുന്നു. അവൻ ആരെയെങ്കിലും കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നു. ശിംശോനെ പോലെ ഒരു അരഹൃദയമുള്ള മനുഷ്യനെ അവന് കിട്ടുകയാണെങ്കിൽ, ശിംശോൻ തന്റെ ശക്തി ദൈവത്തിന് അടിയറ വച്ചിരുന്നു. എന്നാൽ അവന്റെ ഹൃദയം അവൻ ദലീലേക്ക് നൽകിയിരുന്നു. അതേ വിധമാണ് ഇന്ന് നാം അനേക നേരങ്ങളിലും ചെയ്തു പോരുന്നത്. എല്ലാം കൊടുക്കാതെ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നു. നമ്മിലുള്ള സകലതും ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ ഇൻഷുറൻസിന്റെ പോളിസി പോലെ നിങ്ങളൊരു ഇൻഷുറൻസിന്റെ പോളിസി എടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മുഴുവൻ സംരക്ഷണവും ലഭിക്കുന്നു എന്ന് വന്നേക്കാം. അതുതന്നെയാണ് ആ അനുഗ്രഹീതമായ ഉറപ്പും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അത് നമുക്കിവിടെ ഈ ജീവിതത്തിലും നമ്മുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനം ആവശ്യമായിരിക്കുന്ന സകലതും ചെയ്യുന്നു. അതിൽ സകലതും അടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, അതിനുശേഷം ദൈവം അവരുടെ പാളയത്തു നിന്നും 400 വർഷക്കാലം മാറി താമസിച്ചു. എന്തുകൊണ്ടാണ്? പിന്നെ അവനൊരു പ്രവാചകൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മലാഖി പ്രവാചകൻ മുതൽ പ്രവാചകനായ യോഹന്നാൻ വരെ 400 വർഷക്കാലം ഇസ്രായേൽ ചെയ്തു എന്ന് എടുത്തു പറയാനായി യാതൊന്നും തന്നെയില്ല. ദൈവം പാളയത്തിന് പുറത്തായിരുന്നു. അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങളാലും മതതത്വ വേദശാസ്ത്രങ്ങളാലും അവർ തമ്മിലുള്ള വചനത്തോടുള്ള വ്യത്യാസങ്ങളാലും അവർ അവനെ പുറത്താക്കി കളഞ്ഞിരുന്നു. വചനത്തെ കൂടാതെ 400 വർഷം ഒരു പ്രവാചകൻ തുടങ്ങി മറ്റൊരു പ്രവാചകൻ വരെ, അവസാന പ്രവാചകനായ മലാഖി വരെ അവൻ യാത്ര തുടരുകയും അത് കഴിഞ്ഞ് 400 വർഷക്കാലം മറ്റൊരു പ്രവാചകൻ കാഴ്ചയിൽ വരികയും ചെയ്തില്ല. അതിനുശേഷം വീണ്ടും ദൈവം രംഗത്ത് വന്നു. ഒരു ദിവസം അവൻ അവരുടെ ഇടയിലൂടെ വീണ്ടും നടന്നു. എന്നാൽ അവരുടെ സമ്പ്രദായങ്ങൾ അവരുടെ ഇടയിൽ അവന് പകരമായി അത്രയേറെ പിടുത്തമിട്ടിരുന്നതിനാൽ അവൻ അവർക്കൊരു അപരിചിതനായി കാണപ്പെട്ടു. പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളായ കിണ്ണം കഴികലും അവരുടെ തലമുടി വളർത്തുന്നതും അവരുടെ കോട്ടിന് മേലൊരു പ്രത്യേക ബട്ടൺ പിടിപ്പിക്കുന്നതും അവരുടെ പുരോഹിതന്മാരുടെ മേലങ്കികളുമായിട്ട് മാത്രമല്ല ഒരുവൻ ഒരു ഉറച്ച പരീശനാണെങ്കിൽ മറ്റവൻ ഒരു സദൂക്യൻ. അത് ആ മനുഷ്യരുടെയിൽ വചനത്തിന് പകരമായി എടുത്തുകൊണ്ടിരുന്നിട്ട് ദൈവം അവരെ സന്ദർശിച്ചപ്പോൾ അവൻ അവർക്കൊരു വൈദേശികനായിരുന്നു. സ്നേഹത്തോടും ആദരവോടും കൂടെ ഞാനിത് പറയട്ടെ, ഒരു പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതേ കാര്യം തന്നെ ഇന്നുമായിരിക്കുന്നു. അതിനൊരൽപ്പം പോലും മാറ്റം വന്നിട്ടില്ല. അവന്റെ ശക്തിയാലും പ്രത്യക്ഷമാക്കലിനാലും അവന്റെ വചനം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തതാകുന്നു എന്ന് തെളിയിച്ചു കാണിക്കാനായി അവൻ ജനങ്ങളിലേക്ക് വരുമ്പോൾ, കാരണം അവൻ വചനമാകുന്നു, ജനങ്ങൾ അവനെ ഒരു ഭാവി പറച്ചിലുകാരൻ, ഒരു ബേൽസബൂബ്, യേശു മാത്രക്കാരനെന്നോ മറ്റെന്തെങ്കിലുമെന്നോ അതിനെക്കുറിച്ച് പറയുന്നു. ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയും അത് ആ വിധത്തിൽ തന്നെ ആകേണ്ടതായുമുണ്ട്. നോക്കൂ, ഏകദേശം 2000 വർഷത്തോളമായി നമുക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ജാതികൾക്ക് അവസാന കാലത്തിലല്ലാതെ അങ്ങനെ ഒന്ന് ലഭിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നില്ല. ഇപ്പോൾ നാം അത് തിരുവചനങ്ങളാൽ അറിയുന്നു. ചരിത്രത്താലും ഇത് നമുക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു എന്ന് നാം അറിയുന്നു. 400 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ദൈവം അവരുടെ ഇടയിൽ നടന്നു. തിരുവെഴുത്ത പ്രകാരം അവൻ ജഡമായി തീർന്നു അവരുടെ ഇടയിൽ നടക്കേണ്ടിയിരുന്നു. അവൻ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, ശക്തനാ ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളെ ഭരിക്കാൻ ഈ മനുഷ്യന് ആവശ്യമില്ല. ഏത് കൂട്ടായ്മ ചീട്ടാണ് അവനുള്ളത്? ഏത് വിഭാഗീയ സഭയാണ് അവൻ അയച്ചത്? അവനൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല. അവൻ പോയിരുന്ന ഓരോ സഭയും അവനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവനുമായി അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കാരണം അവൻ അവരിൽപ്പെട്ട ഒരുവനായിരുന്നില്ല. അന്നത് അപ്രകാരമായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ലവോദിക്ക സഭ അവനെ പുറത്തെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവനകത്ത് കടക്കാനായി മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. എവിടെയോ എന്തോ തകരാറുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ്? അവർ അവരുടേതായ പാളയമുണ്ടാക്കിയിരിക്കുന്നു. അവർ ആ വചനമറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആരായിരുന്നു എന്നവൻ അറിയുമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവയാണ് ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയുന്നത്.
അതാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇപ്പോഴവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, ആ വചനം ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. ഇപ്പോൾ ഞാനാണ് ആ വ്യക്തിയെങ്കിൽ തിരുവെഴുത്ത് പരിശോധിച്ച് ഞാൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു എന്ന് പരിശോധിപ്പിൻ. ഞാനതിന് പ്രാപ്തനല്ല എങ്കിൽ എന്റെ പ്രവൃത്തികൾ വചനം സാക്ഷീകരിക്കുന്ന പ്രവൃത്തികൾ, എന്നെക്കുറിച്ച് പിതാവ് സാക്ഷീകരിക്കുന്നത് അതാരാണെന്ന് ഞാനെന്ന് സമർത്ഥിച്ച് കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ തെറ്റായിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാനായില്ലെങ്കിൽ വചനത്തെ വിശ്വസിക്കൂ. അവൻ പറഞ്ഞു, വചനമാണ് പ്രവൃത്തികളെ പുറപ്പെടുവിക്കുന്നത്. നോക്കൂ, അവൻ അവരുടെ ഇടയിൽ ഒരു അപരിചിതനായിരുന്നു. അവർ അവനെ അറിഞ്ഞിരുന്നില്ല. നമുക്ക് ഈ വ്യക്തിയുമായി ഒന്നും ചെയ്യാനില്ല. അവിടെ ഒരു തൊഴുത്തിൽ ജനിച്ച ഒരു വിചിത്രനായ വ്യക്തി. അവന്റെ അമ്മ അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അഥവാ അതിനു മുമ്പ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. സ്പഷ്ടമാക്കിയാൽ ഈ കുഞ്ഞിൻ ജനനം ഒരു നിയമാനുസൃതമല്ലാത്ത വിധമായിരുന്നു. പിന്നെ അവർ കുഞ്ഞു ജനിക്കും മുമ്പേ അവൾ പോയി യോസേഫുമായി വിവാഹം ചെയ്തു. അവളുടെ സ്വഭാവത്തെ അവനത് ചെയ്തതിനാൽ അവളുടെ ചീത്തപ്പേരിനെ തടയാൻ സാധിച്ചു. ഇപ്പോൾ അവൻ ഒരു വിചിത്ര തരത്തിലെ വ്യക്തിയാണ്. കാരണം അവൻ നിയമാനുസൃതമല്ലാതെ ജനിച്ചിരിക്കുന്നു. ആ കാരണത്താലാണ് അവൻ അങ്ങനെയായിരുന്നത്. അവൻ പുറപ്പെട്ടു വന്നപ്പോൾ അവൻ ചെയ്തത് എന്തായിരുന്നു? അവരുടെ മതപ്രമാണങ്ങളെല്ലാം കീറിയെറിയുകയും അവരുടെ മേശകളെ മറിച്ചിടുകയും ആ സ്ഥലത്ത് നടിച്ച് പുറത്താക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, ഇതെഴുതിയിരിക്കുന്നു. ആമേൻ, അത് തന്നെ അവൻ ആരായിരുന്നു എന്ന് പറയുകയായിരുന്നു. അതിപ്രകാരം എഴുതിയിരിക്കുന്നു. അതെ, അങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ ആരായിരുന്നു എന്നറിഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ നിക്കോദോമസ് അത് സ്പഷ്ടമായി പറഞ്ഞിരുന്നു. റബ്ബി, ഞങ്ങൾ പരീശന്മാർ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ അപ്പോൾ അവൻ ഏറ്റുപറയാത്തത്? എന്തുകൊണ്ടെന്നാൽ അവരുടെ പാളയം അതിനൊരു അതിരുണ്ടാക്കിയിരുന്നു. അതവനെ പാളയത്തിനകത്തേക്ക് കടത്തിയിരുന്നില്ല. അതാരെയും അവന്റെ അടുക്കിലേക്ക് പോകാനും അനുവദിച്ചിരുന്നില്ല. അവർക്ക് അവരുടേതായ പാളയമുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ ഗേറ്റ് ശരിക്കും അടച്ചപ്പോഴാണ് കടന്നു വന്നത്. എന്നാൽ എങ്ങനെയോ അവനെ സന്ധിക്കുകയും അവനെ കാണാനായത് അവൻ കാണുകയും ചെയ്തു. അതെ, ഇപ്പോഴും അപ്രകാരം തന്നെ അവനൊരു പരദേശി വൈദേശികനായിരിക്കുന്നു. അവർക്കത് മനസ്സിലാകുന്നില്ല. ഇതെന്തിനു ചെയ്യണം, അതെന്തിനു ചെയ്യണം, ഈ ദിവസം ഇതാണ് ചെയ്തിരിക്കേണ്ടെന്ന് സ്വയം വചനം തന്നെ കൃത്യമായി സാക്ഷീകരിക്കുമ്പോൾ എത്ര വട്ടം നാം അതിനു മുകളിലൂടെ അനേക പ്രാവശ്യം പോയിരിക്കുന്നു. എന്നാൽ അത് സത്യമാകുന്നു. അവൻ അവരുടെ പാളയത്തിൽ ഒരു മതഭ്രാന്തനും അവരുടെ സമ്പ്രദായങ്ങളെ തകർക്കുന്നവനും അവരുടെ പള്ളികളെ തകിടം മറിക്കുന്നവനും ശരിക്കും ഒരു ഭാവി പറച്ചിലുകാരനുമായി ബേൽസബൂബ് എന്ന ഒരു അധ്യാത്മവാദിയായിരുന്നു അവൻ. ഇന്നവൻ നമ്മുടെ ഇടയിൽ വന്നാലും നമുക്ക് അവൻ അതേ കാര്യം തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ആചാരക്രമങ്ങളുണ്ട്, നമുക്ക് വിഭാഗീയ സഭകളുണ്ട്, നമുക്ക് മറ്റൊരാളുമായി യോജിച്ചു പോകാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? മനുഷ്യന് യോജിച്ചു പോകാൻ കഴിയുന്ന ഒരേ ഒരിടമേ ഉള്ളൂ, അത് രക്തത്തിന് കീഴിലാകുന്നു. ജീവന്റെ ബീജമായ വചനത്തെ ഈ വിത്തിനെ മുളപ്പിക്കുന്ന രക്തം ചൊരിയപ്പെട്ടിരിക്കുന്നു. അതിനു പുറമെ നമ്മുടെ സംഘടനാ സഭയുടെ വേലികൾ എല്ലായ്പ്പോഴും ജനങ്ങളെ ദൂരമേ വെക്കുകയുള്ളൂ. എന്നാൽ അവനൊരു അപരിചിതനായിരിക്കും. അവൻ അതേ കാര്യമെന്ന് വിളിക്കപ്പെടും. അവനെ വളരെ വേഗം പുറത്താക്കി അവനെ പാളയത്തിന് പുറത്താക്കി കളയും. നിങ്ങൾക്കറിയാമോ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടിരുന്നു എന്ന് ഇതേ ബൈബിൾ തന്നെ പറയുന്നു. ദുഃഖിതനായിരുന്ന മനുഷ്യൻ, വ്യസനപാത്രമായിരുന്നവൻ, അവർ നിരസിച്ചു കളഞ്ഞു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അതേ തിരുവെഴുത്ത് തന്നെ അത് പറയുന്നു. ആ പ്രവാചകൻ തന്നെ ഇങ്ങനെ പാടി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു തന്ന് എന്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവർ എന്റെ കാലുകളെയും കൈകളെയും തുളച്ചു. അവരെ ഗാനം അവരുടെ ആലയത്തിൽ ആലപിക്കുമ്പോൾ അവരുടെ ബലിയെ അവർ സേവിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന അവരുടെ ദൈവത്തെ അവർ ക്രൂശിൽ തറയ്ക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ഇന്നുമാകുന്നു അതേ ദൈവം. നോക്കൂ, ശമരിയിലേക്ക് വന്നപ്പോൾ ആമോസ് പ്രവാചകൻ എന്തു പറഞ്ഞു? ആ പാപം നിറഞ്ഞ പട്ടണത്തിലേക്ക് അവൻ വന്നിട്ട് നീളമേറിയതും വിശാലവുമായ ആ തെരുവിലേക്ക് അവന്റെ ചെറിയ കണ്ണിനാൽ നോക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുമായി കിടക്കുന്ന ഒരു നൂതന അമേരിക്കയെ കണ്ടു. അവൻ അവിടേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ കാണാൻ കഴിയാത്തതുപോലെ അവന് തോന്നി. അവന്റെ യോഗങ്ങളെ ഏറ്റെടുത്ത് നടത്താനായി ആരുമുണ്ടായിരുന്നില്ല. അവനൊരു കൂട്ടായ്മയുടെ ചീട്ടില്ലായിരുന്നു. അവനെ അയച്ചത് ദൈവമായിരുന്നു. ജനങ്ങൾ അവന്റെ സന്ദേശത്തെ കേൾക്കുമോ? ഇല്ല, അവർ അവനെ കേൾക്കില്ല. എന്നാൽ അവൻ പ്രവചിച്ചുകൊണ്ട്
അവനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ സേവിക്കുന്നു എന്ന് പറയുന്ന അതേ ദൈവം തന്നെ നിങ്ങളെ നശിപ്പിക്കും. മതഭക്തിയുള്ള ഒരു രാഷ്ട്രമെന്ന് അവർ അവകാശപ്പെടുന്ന ഈ രാഷ്ട്രത്തെ അവർ സേവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ ദൈവം തന്നെ അവരുടെ അകൃത്യത്താൽ നശിപ്പിച്ചു കളയും. അവർ സേവിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നവൻ തന്നെ ഭൂമുഖത്തുള്ള സകല വിഭാഗീയ സഭകളെയും ഉന്മൂലം ചെയ്തു കളയും. യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, അവൻ അവരെ ശാസിച്ചു. അവർ അവനെ അവരുടെ പാളയത്തിൽ നിന്നും പുറത്താക്കി. യേശു പാളയത്തിന് പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു. അവർ അവനെ പാളയത്തിന് പുറത്ത്, വെളിയിൽ, പാളയത്തിന്റെ വളരെ ദൂരമാക്കി കളഞ്ഞു. ബൈബിൾ ഇങ്ങനെ പറയുന്നതായി നാം കണ്ടുപിടിച്ചു. ഈ അവസാന ദിവസങ്ങളിൽ, ഈ ലവോദിക്ക കാലത്തിന്റെ കീഴിൽ അവരും അതേ കാര്യം തന്നെ ചെയ്യുന്നു. അവർ പാളയത്തിന്റെ പുറത്താക്കി കളയുന്നു. അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നു എന്ന് ശ്രദ്ധിക്കുവിൻ. പാളയത്തിന് പുറത്താക്കി കളയുക. അവിടെയാണ് ബലിമൃഗത്തെ ദഹിപ്പിക്കുന്നത്. അവിടെയായിരുന്നു അവന്റെ സ്ഥാനം. അവനായിരുന്നു ആ ബലി. ഇപ്പോൾ സഹോദര സഹോദരി, നിങ്ങൾ ഓരോരുത്തരും ബലിയായി തീരേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ തികച്ചും ദൈവത്തിന്റെ ബലിയായി തീരണം. ലോക കാര്യങ്ങളെ ബലി കഴിച്ച്, ഈ ലോകത്തിന്റെ നിങ്ങളുടെ സ്വന്തം ആനന്ദങ്ങളെ ബലി കഴിച്ച് ലോകത്തിന്റെ കാര്യങ്ങളെ ബലി കഴിക്കാനോ? ജനങ്ങൾ അത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? ഒരു ചെമ്മരിയാടിന് സമർപ്പിക്കാനായി ഒന്നു മാത്രമേ ഉള്ളൂ. അത് രോമമാകുന്നു. ഇപ്പോൾ ഈ വർഷം അവനോട് കുറച്ചു രോമത്തെ ഉൽപ്പാദിപ്പിക്കാനോ അതല്ല മുളപ്പിക്കാനോ ആവശ്യപ്പെടുന്നില്ല. അവനോട് ഉൽപ്പാദിപ്പിക്കാനായി അതല്ല രോമം വഹിക്കാനായി പറയുന്നില്ല. നമ്മോട് എന്തെങ്കിലും സൃഷ്ടിക്കാനായി ആവശ്യപ്പെടുന്നില്ല. നമ്മോട് ആത്മാവിന്റെ ഫലങ്ങളെ വഹിക്കാനായി മാത്രം പറയുന്നു. അത് ആടിന്റെ ഉള്ളിലായിരിക്കുന്നു. അവന്റെ അകത്തെന്തായിരിക്കുന്നുവോ അത് പുറമേയുള്ള രോമത്തെ ഉത്പാദിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ എടുക്കുമ്പോൾ കൃത്രിമമായ എന്തെങ്കിലുമല്ല, അതവന്റെ പുറമേ ക്രിസ്തുവിനെ പോലെയാക്കി തീർക്കുന്നു. അതേ, ക്രിസ്തു തിരികെ വരുമ്പോൾ അത് സംഭവിക്കുമ്പോൾ നാം കാണും അവനോട് പെരുമാറിയതെന്ത് എങ്ങനെയാണ്. കൃത്യമായും അവൻ ആദ്യ തവണ ആയിരുന്നത് പോലെ തന്നെ എല്ലായ്പ്പോഴും ആയിരിക്കും. ആയതിനാൽ അവൻ അവരെ ശാസിച്ചു. അതിനാൽ അവർ അവനെ അവന്റെ പാളയത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് അവനെ ഒരു പാപിയാക്കി. ശ്രദ്ധിക്കൂ, അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഇപ്പോൾ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, അതേ ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം, അവൻ അവസാന നാളുകളിൽ ചെയ്യുമെന്ന് പറയപ്പെട്ടിരുന്ന വാഗ്ദത്ത വചനപ്രകാരം അവൻ അവരുടെ പാളയങ്ങളെ വീണ്ടും സന്ദർശിച്ചു. അവൻ പാളയത്തെ വീണ്ടും സന്ദർശിച്ചു. ഈ വചനത്തെ ഇന്ന് ന്യായീകരിച്ചു കാണിക്കാനായി അവൻ പാളയത്തെ സന്ദർശിച്ചു. അവൻ മോശയുടെ ദിവസങ്ങളിൽ ചെയ്തതുപോലെ അവൻ ആ ദിവസം സന്ദർശനം നടത്തി ചെയ്തതുപോലെ അത് ചെയ്തിരുന്നത് മോശയായിരുന്നില്ല. മോശ ഒരു മനുഷ്യനായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു. യോസേഫിന്റെ ജീവിതത്തിലേക്ക് നോക്കൂ. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു, അവന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. കാരണം അവൻ മുൻകൂട്ടി പറയുന്നവനായിരുന്നു. ഒരു കാരണവും കൂടാതെ അവർ അവനെ വെറുത്തിരുന്നു. അവനെ വെറുത്തത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു. കൃത്യമായും ഇന്നത്തേതിന് പരിപൂർണ മുൻകുറിയാകുന്നു. വീണ്ടും സഭ ആത്മീയ കാര്യങ്ങളെ വെറുക്കുന്നു. നാം അവിടെ കാണുന്നത് അവൻ ഏകദേശം 30 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു എന്നാകുന്നു. മരിച്ചോ എന്ന് വിചാരിച്ചോ അവിടെ നിന്നും പുറത്തെടുത്ത് യേശു ക്രൂശിലായിരുന്നത് പോലെ ഒരു കാരാഗ്രഹത്തിലിട്ടു. ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു, മറ്റേ മനുഷ്യൻ രക്ഷപ്പെട്ടു. അവിടെ നിന്നും ഫറവോന് വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. അത് കൃത്യമായും യേശുത അതേ വിധമായിരുന്നു. അത് നിരസിക്കപ്പെട്ട രാജാവായി കരഞ്ഞുകൊണ്ട് തെരുവിലൂടെ പോയി ഒരു മലമേലിരുന്നു കൊണ്ട് യെരൂശലേമിനെ നോക്കി കരഞ്ഞു. അത് ദാവീദായിരുന്നു. അത് ദാവീദായിരുന്നില്ല. അത് കഴിഞ്ഞ് ചില 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദ് പുത്രൻ അവൻ തന്റെ സ്വന്തം ജനങ്ങളാൽ നിരസിക്കപ്പെട്ട രാജാവായി തീർന്നതിനാൽ അതേ മലയിലിരുന്ന് കരഞ്ഞു. അത് എല്ലായ്പ്പോഴും ക്രിസ്തുവാകുന്നു. എന്നാൽ ഇന്നോ ക്രിസ്തു തികച്ചും പാളയത്തിൽ വരേണ്ടതുണ്ട് എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? അതന്നായിരുന്നത് പോലെ തന്നെ കൃത്യമായുമായിരിക്കുന്നു. അവൻ ഇവിടെ എന്തു ചെയ്യുമെന്ന വചനം വാഗ്ദത്തം ചെയ്തിരിക്കും പോലെ അതിനെ പൂർത്തീകരിക്കാനായി അത് അതേ വിധത്തിൽ തന്നെ ആകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഓർക്കൂ, നോഹയുടെ കാലത്തും ക്രിസ്തുവായിരുന്നു. അത് ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. സമയത്തിന്റെ നിരസിക്കപ്പെട്ട വചനം. ശ്രദ്ധിക്കൂ, വെളിപ്പാട് 3 അവന്റെ പ്രവചന പ്രകാരം കാണുന്നത് അവൻ ഈ അവസാന നാളിൽ വരുമെന്ന് പ്രവചിക്കും പോലെ അവൻ ഈ അവസാന നാളിൽ വരുമ്പോൾ ലവോദിക്ക സഭാകാലം അവൻ എങ്ങനെയുള്ളതായി കാണും? ധനവാൻ, ഒന്നിനും മുട്ടില്ല, ഒരു രാജ്ഞിയെ പോലെ ഇരിക്കുന്നു, ഒരു സങ്കടവും കാണാൻ സാധിക്കുന്നില്ല. അവനെ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അവനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. അവൻ വീണ്ടും പാളയത്തിന് പുറത്തായിരിക്കുന്നു. എന്നിട്ടും അവൾ നഗ്നയും അരിഷ്ടയും അന്ധയുമായിരിക്കുന്നു, അതറിയാതെയും ഇരിക്കുന്നു. വീണ്ടും അവൻ അന്നായിരുന്ന അതേ വിധത്തിൽ തന്നെ വീണ്ടും വരികയാണെങ്കിൽ
ഇറക്കം കുറഞ്ഞ പാവാട ധരിക്കുന്ന ഓരോ സ്ത്രീകളെയും അവൻ ശാസിക്കും. അവൻ ഓരോ മുടി ബോബ് ചെയ്തിട്ടുള്ള സ്ത്രീകളെയും ഓരോ ചായം തേച്ച് മുഖത്തെയും തന്റെ ഭാര്യയിൽ ചെയ്യാൻ അനുവദിക്കുന്ന ഓരോ പുരുഷനെയും ശാസിക്കും. അവൻ അപ്പോഴും നിൽക്കുകയും അവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ വിഭാഗീയ സഭയെയും വലിച്ചു കീറി നമുക്കുള്ള ഓരോ മതപ്രമാണങ്ങളെയും അവൻ തകർക്കും. അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? തീർച്ചയായും അവൻ ചെയ്യും. അത് ശരിയാണ്. അവനോട് അവർ എന്ത് ചെയ്തു? അവനെ പാളയത്തിൽ നിന്നും പുറത്താക്കി. അവർ അവനുമായി സഹകരിക്കയില്ല എന്നത് തീർച്ചയാണ്. ഇല്ല സർ, ഈ ദിവസത്തിൽ അവനോട് ചെയ്യുമെന്ന് ബൈബിൾ പറഞ്ഞിരുന്നത് പോലെ അവനെ വീണ്ടും പാളയത്തിന് പുറത്താക്കിയിരിക്കുന്നതായി നാം കാണുന്നു. കാരണം അവൻ എല്ലായ്പ്പോഴും മാറ്റമില്ലാത്തവനായി, വചനമായി, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായിരിക്കുന്നു. അവർക്കവനെ ആവശ്യമില്ല. അവർ അവനെ വീണ്ടും അവരുടെ കൗൺസിലാൽ നിരസിച്ചിരിക്കുന്നു. അന്നവനെ അവർ വിചാരണ ചെയ്തപ്പോൾ ചെയ്തതുപോലെ അവർ പരിഗണിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്നോ വചനം വിചാരണയിലായിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അന്നവർ ചെയ്തതുപോലെ തന്നെ വീണ്ടും നിരസിക്കുകയും ക്രിസ്തുവിന് പകരമായി ഒരു കൊലപാതകനെ, ബറാബാസിനെ സ്വീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. കൗൺസിലും അതേ കാര്യം തന്നെ ചെയ്തു. ഇന്നോ സമയത്തിന്റെ പൂർണ്ണ സമർത്ഥനത്തെയും വചനത്തെയും നിരസിച്ചിരിക്കുന്നതിനാൽ അവർ വിൽക്കപ്പെടുകയും ബറാബാസിനെ, ലോകസഭാസമിതിയെ, വചനത്തിന്റെ കൊലപാതകയെ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അവന്റെ വചനത്തെ നിരസിക്കുന്നു, അവന്റെ സ്നാനത്തെ നിരസിക്കുന്നു, അവന്റെ ശക്തിയെ നിരസിക്കുന്നു, അവന്റെ അടയാളങ്ങളെ നിരസിക്കുന്നു. വീണ്ടും ഒരു സമ്പ്രദായമോ വൃത്താകൃതിയിലുള്ള കോളറുകളോ മറ്റെന്തെങ്കിലും ധരിക്കുകയും ചെയ്യുന്നു. അവർ ചെയ്യാൻ ശ്രമിക്കുന്ന നല്ല പ്രവൃത്തികളാൽ അവരെ തന്നെ മതപ്രമാണക്കാരാക്കുന്നു. അവർ തുടക്കം മുതൽക്കേ ജീവങ്കിലേക്ക് നിയമിക്കപ്പെട്ടിരുന്നവരല്ല. അവരിൽ വിശ്വസിക്കാനാകുന്ന ഒന്നും തന്നെയില്ല. എന്നെ അറിയുന്നവൻ എന്റെ പിതാവിനെ അറിയുന്നു. എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശുവിനെ അയച്ച ദൈവം യേശുവിലൂടെ പോയിരുന്നു. നിങ്ങളെ അയക്കുന്ന യേശു നിങ്ങളിലൂടെ പോകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ചെയ്യും. ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. കറുത്ത വർഗക്കാരോടും മഞ്ഞ നിറക്കാരോടും വെള്ളക്കാരോടും തവിട്ട് നിറക്കാരോടും അവനെന്തായിരുന്നാലും ശരി, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എത്ര ദൂരം പോകണം? ലോകമെമ്പാടും സകല സൃഷ്ടിയോടും. വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ട്യൂഷനിൽ വെച്ച ഒരു ബാപ്റ്റിസ്റ്റ് ധർമ്മോപദേശി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ബ്രദർഹാം, ഇവിടെയാണ് താങ്കളുടെ കുഴപ്പം. താങ്കൾ ഇതിനെ ഒരു അപ്പോസ്തലിക കാലമാക്കാൻ ശ്രമിക്കുന്നു. അയാൾ പറഞ്ഞു, ഇന്ന് അപ്പോസ്തലിക കാലം എന്നൊരു കാര്യം തന്നെയില്ല. അപ്പോസ്തലരുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അതങ്ങനെയാണോ? എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അതെ, അതങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തീർച്ചയാണോ? അയാൾ പറഞ്ഞു, തീർച്ചയാണ്, എനിക്ക് തീർച്ചയുണ്ട്. ഞാൻ ചോദിച്ചു, ശരി, അത് കഴിഞ്ഞു പോയെന്ന് താങ്കൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്? പറഞ്ഞു, അത് അപ്പോസ്തലന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറഞ്ഞു, താങ്കൾ എന്റെ വചനം വിശ്വസിക്കുന്നുണ്ടോ? അതെ സർ. അവൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. കാരണം വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഇതേ വാഗ്ദാനത്തിലേക്ക് നാം തിരികെ വരേണ്ടതുണ്ട്. ഡോക്ടർ ശിമയോൻ പത്രോസ് ഒരു പ്രതിവിധിക്കുറിപ്പ് എഴുതി. ബൈബിൾ പ്രകാരം പറയുന്നു, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? അതെ, നിങ്ങളൊരു ഡോക്ടറുടെ പ്രതിവിധിക്കുറിപ്പ് എടുക്കുന്നതിനെ പറ്റി നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ശരീരത്തിലെ രോഗം അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ ആ പ്രതിവിധിക്കുറിപ്പ് എഴുതുന്നു. നിങ്ങൾ ആ കുറിപ്പ് എടുത്തുകൊണ്ട് ഒരു നല്ല വിൽപ്പനക്കാരന്റെ അടുത്ത് ചെന്ന് അതിലെഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ മരുന്നുകൾ ചേർത്തെടുക്കണം. കാരണം നിങ്ങളുടെ അവയവങ്ങൾക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം ഇത്രയും മദ്യം, ഇത്രയും പ്രതിവിഷം എന്നിവയെല്ലാം അവന് ചേർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അവനത് ആദ്യം തന്നെ പരീക്ഷിച്ച് തെളിയിച്ചിരിക്കുകയും നിങ്ങൾ തികച്ചും ആ കുറിപ്പിനനുസരിച്ച് എടുക്കുകയും വേണം. നിങ്ങൾ അങ്ങനെ ചെയ്യാതെ അതിനെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു വ്യാജ ഡോക്ടർ അടുക്കിലേക്ക് പോയാൽ അവൻ ആ മരുന്നുകളെ ശരിയായി മിശ്രിതപ്പെടുത്താൻ അറിയാതിരുന്നിട്ട് അവൻ നിങ്ങളെ കൊന്നുകളയും. അവനതിൽ കൂടുതൽ ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ളത് നൽകിയിട്ട് നിങ്ങൾക്കത് അത് ഒരു ഗുണവും ചെയ്യുകയില്ല. നിങ്ങളെ പോലെയുള്ള വളരെ ഡോക്ടർമാരുടെയും കുഴപ്പം അത് തന്നെ. നിങ്ങൾ ആ പ്രതിവിധി കുറിപ്പിനെ കബളിപ്പിക്കുന്നു. പത്രോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും വേണ്ടി എന്നേക്കുമായി ഒരു പ്രതിവിധിക്കുറിപ്പ് തരുന്നു. ഇതിൽ ചേരുക എന്നല്ല, എന്നാൽ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ്. കാരണം വാഗ്ദത്തം ഈ പ്രതിവിധിക്കുറിപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയുള്ളതാകുന്നു.
ഇപ്പോൾ വ്യാജ ഡോക്ടർമാരെ, നിങ്ങൾ വ്യാജ കുറിപ്പടി എഴുതി നിർത്തുക. കാണുന്നോ, നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെ കൊല്ലുകയാണ്. ആ കാരണത്താലാണ് യഥാർത്ഥമായ കാര്യം അവർക്ക് കിട്ടാത്തത്. അതെ, ഇതേ കുറിപ്പടി മേൽ തന്നെ ഡോക്ടർ തന്റെ മരുന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അവർ എപ്പോഴും അതെടുത്ത് ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് അതിനെ ഒരു എലിപ്പന്നിയിൽ പ്രയോഗിച്ചുകൊണ്ട് അതതിനെ കൊല്ലുമോ ഇല്ലയോ എന്ന് നോക്കുന്നു. അതിനുശേഷം മരുന്ന് കഴിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുന്നു, അത് നിങ്ങളെ കൊന്നുകളഞ്ഞെന്നും വരാം. നോക്കൂ, കാരണം എല്ലാ ജനങ്ങളും ഒരുപക്ഷെ എലിപ്പന്നിയിൽ പ്രായോഗികമാക്കിയപ്പോഴുള്ളതുപോലെ ആയിരുന്നു എന്ന് വരികയില്ല. അങ്ങനെ ഈ പ്രതിവിധിക്കുറിപ്പിനെ കുറിച്ച് ഒരു കാര്യം, അതെല്ലാവർക്കും വേണ്ടിയുള്ളതാകുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യാത്ത ഏതൊരു യഥാർത്ഥ ഡോക്ടറും തന്റെ മരുന്നിൽ വളരെയേറെ വിശ്വാസമുള്ളയാൾ, അവൻ മറ്റാരോടും ചോദിക്കുകയില്ല. അവരിൽ ചിലർ അത്രയേറെ ഭീരുക്കളായിട്ടോ തന്റെ ജീവിതകാലം മുഴുവനും ബദ്ധനായിരിക്കുകയും പിന്നെ അവനെ അതുമൂലം ജീവിക്കേണ്ടതിന് സ്വതന്ത്രനായി വിടുകയും ചെയ്യുന്നു. അവൻ ആ പ്രതിവിധിക്കുറിപ്പെടുക്കട്ടെ. എന്നാൽ ഈ സ്ഥാനത്ത് നമുക്കൊരു യഥാർത്ഥ ഡോക്ടറുണ്ട്. അവൻ വന്ന് സ്വയം ആ പ്രതിവിധി കുറിപ്പെടുത്തു. കാണുന്നോ, ഞാനാകുന്നു, ഞാനാകുമെന്നല്ല, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. ദൈവം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും എങ്കിലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. മാർത്ത ചോദിച്ചു, അവൻ പറഞ്ഞു, നീ ഇത് വിശ്വസിക്കുന്നോ? അവൾ പറഞ്ഞു, അതേ കർത്താവേ, ലോകത്തിലേക്ക് വരുവാനുണ്ടായിരുന്ന ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ നിന്നെ എന്ത് വിളിച്ചാലും കാര്യമില്ല, ഞാനത് ചെയ്തു കണ്ടിരിക്കുന്നു. കാൽവരിയിൽ അവൻ സ്വയം ആ കുത്തിവയ്പ്പെടുത്തു. ഈസ്റ്റർ പ്രഭാതത്തിൽ മരണത്തിൽ അവനെ പിടിച്ചു വെക്കാനായില്ല. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും. അവർ അവനിലേക്ക് മരണം കുത്തിവെച്ചു. എന്നാൽ മരണത്തെയും പാതാളത്തെയും നരകത്തെയും ജയിച്ചവനായി അവൻ ഉയർത്തെഴുന്നേറ്റു. സ്വയമായി അവരാ കുത്തിവയ്പ്പെടുത്തു. അവൻ ആരായിരുന്നു എന്ന് വെളിപ്പാട് ലഭിച്ചിരുന്ന ചില ഡോക്ടർമാരെ ഒരു പ്രതിവിധിക്കുറിപ്പ് എഴുതാനായി അവൻ പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. മനുഷ്യപുത്രനായ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അവൻ പറഞ്ഞു, ശീമോനെ, നീ ഭാഗ്യവാൻ, അതിപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ താക്കോലുകളെ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഞാൻ സ്വർഗത്തിലും കെട്ടും. നീ ഭൂമിമേൽ അഴിക്കുന്നതെല്ലാം ഞാൻ അതിനെ സ്വർഗത്തിലും അഴിക്കും. പെന്തക്കോസ്ത് നാളിൽ ഇതെല്ലാം സംഭവിക്കുന്നവർ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അവർ ചോദിച്ചു, ഈ കുത്തിവയ്പ്പെടുക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഇവിടെ അവൻ ആ പ്രതിവിധിക്കുറിപ്പ് വായിക്കുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു പ്രതിവിധിക്കുറിപ്പ് എഴുതാൻ പോവുകയാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായവർക്കുമുള്ളതാകുന്നു. ആ പ്രതിവിധിക്കുറിപ്പിനെ കബളിപ്പിക്കരുത്. നിങ്ങൾ മരിക്കും. അവർ അതിനെ ഇന്നൊരു മരിച്ച മനുഷ്യനിലേക്ക്, അവൻ ഇനിയും ഒരിക്കലും ജീവങ്കിലേക്ക് തിരികെ വരാതിരിക്കാനായി ഏതെങ്കിലും ചില ശവയടക്കതയിലും കുത്തിവെക്കുന്നത് പോലെ ഒരു വിഭാഗീയ സഭയുടെ വെള്ളമായി തീരുവോളം വളരെ നിർപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണ്. ഓ, എന്നാൽ സഹോദര, ഒരു യഥാർത്ഥ അഭിഷേകമുണ്ട്. ഗിലെയാദിൽ ഒരു തൈലമുണ്ട്. അത് പ്രാണന്റെ സൗഖ്യത്തിനായിട്ടുള്ളതാണ്. പ്രതിവിധിക്കുറിപ്പിനെ കബളിപ്പിക്കാൻ നോക്കരുത്. എങ്ങനെയാണോ പ്രതിവിധിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് അപ്രകാരം തന്നെ എടുക്കുക. ദൈവം തന്റെ വചനത്തോട് കടപ്പെട്ടിരിക്കുന്നു. മതപ്രമാണത്തോടോ സിദ്ധാന്തങ്ങളോടോ അതല്ല വിഭാഗീയ സഭകളോടോ അല്ല കടപ്പെട്ടിരിക്കുന്നത്. അവൻ തന്റെ വചനത്തോട് കടപ്പെട്ടിരിക്കുന്നു. പ്രതിവിധിക്കുറിപ്പിനെ പിൻപറ്റുക, അതാണ് ആദ്യത്തെ അടിസ്ഥാനം. തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഒപ്പുവെച്ച് നിങ്ങളുടെ ജോലിക്ക് പോകാൻ തയ്യാറാകും. ശ്രദ്ധിക്കൂ, പാളയത്തിന് പുറത്ത് അവർ ഇന്നൊരു ബറാബാസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സുവിശേഷം ലോകത്തെല്ലായിടത്തും മുന്നിലേക്കും പിന്നിലേക്കും കടന്നു ചെന്നപ്പോൾ മഹത്തായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ഉണർവിനെ പിൻപറ്റി. എന്നാൽ കടന്നു വന്നത് ചെയ്യേണ്ടതിന് ശ്രമിക്കുന്നതിന് പകരം അവർ നേരെ ബറാബാസുമായി ചേരുകയാണ് ചെയ്യുന്നത്. ഈ അസംബന്ധവും അങ്ങനെയുള്ളതും മറ്റും നമുക്ക് നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നതിന് മുമ്പേ നാം മറ്റുള്ളവരെ പോലെ സാർവത്രികതയിലേക്ക് പോകാം. ഇപ്പോൾ അവർക്ക് റോമും മറ്റെല്ലാവരും ചേർന്നിട്ട് ഒരു ബറാബാസിനെ കിട്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, നാം അന്ന് ആ വലിയ കൂട്ടരുടെ പാളയത്തോടൊപ്പമായിരിക്കും. നമ്മെയും ആ പാളയത്തിന് പുറത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. യേശുവും സ്വന്തം രക്തത്താൽ ജനങ്ങളെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. ആ നഗരവാതിലിന് പുറത്ത് ചെന്ന് അവന്റെ അടുക്കൽ പോകാം. ശ്രദ്ധിക്കൂ, അവന്റെ നിന്ന് ചുമന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് അവന് നന്ന് ചുമക്കേണ്ടി വന്നത്? അവനൊരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ ആയിരുന്നതിനാലല്ല. ഞാനത് നിങ്ങൾക്ക് തീർച്ചയാക്കി തരാം. അവനൊരു പരീശനോ ഒരു സദുക്കനോ ആയിരുന്നതിനാലല്ല. എന്തുകൊണ്ടെന്നാൽ അവൻ സമർത്ഥിക്കപ്പെട്ട വചനമായിരുന്നു എന്നതിനാലായിരുന്നു. അവന്റെ നിന്ന് ചുമക്കുക. കാരണം എന്തിനു വേണ്ടി? സമർത്ഥിക്കപ്പെട്ട വചനത്തിനു വേണ്ടി. അത് ശരിയാണ്. അതാണ് അവൻ ചെയ്തത്. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ തിരുവഴുത്തിന്റെ സകല ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കേണ്ട. പഴയ നിയമത്തിലെ യഹോവ തന്നെ പുതിയ നിയമത്തിലെ യേശു കൃത്യമായും ശരിയാണ്. ഏതെങ്കിലും ഒരു യോഗത്തിൽ വെച്ചോ അതല്ല കുറച്ചു നാളുകൾക്ക് മുമ്പോ ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പറയും പോലെ തന്നെ ഞാനത് വിശ്വസിച്ചിരുന്നു. അതൊരു പക്ഷേ ഇവിടെ വെച്ചല്ലായിരിക്കാം. പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ്
പുതിയ നിയമത്തിലെ യേശു. നിങ്ങളത് ഓർക്കുന്നുണ്ടാകും. ആ രാവിലെ നേരം ഞാൻ അണ്ണാൻ വേട്ടയ്ക്ക് പോകുമ്പോൾ അതാ അവിടെ അതായിരിക്കുന്നു. ആ മലയുടെ മുകളിലായി ആ 3 തായ്തടികളിലും ഒന്നിലേക്ക് ചേരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ടതിലേക്ക് നോക്കി. ഞാൻ അതിന്റെ അടുത്തേക്ക് പോയി എന്റെ തലയിൽ നിന്ന് തൊപ്പിയെടുത്തു. എന്റെ തോക്ക് നിലത്ത് വെച്ചിട്ട് അവിടേക്ക് കടന്നു ചെന്നു. ഒരു ശബ്ദം മരങ്ങളെ ഉലച്ചുകൊണ്ട് പറഞ്ഞു, പുതിയ നിയമത്തിലെ യേശു തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ, വിശ്വസ്തനായിരിക്കുക. അതിന്റെ നേരെ കീഴിലായാണ് അണ്ണാനുകൾ കാഴ്ചയിൽ വന്നത്. അവിടെ അത് സൃഷ്ടിക്കപ്പെടും മുമ്പായി അവിടെ ആ അണ്ണാനുകളിൽ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. കാണുന്നോ? അത് സത്യമാണ്. കാണുന്നോ? അത് സത്യമാകുന്നു. അതുകൊണ്ട് ദൈവം അറിയുന്നു ഞാൻ ആരുടെ മുന്നിലാണോ നിൽക്കുന്നത്. അത് സത്യമാകുന്നു. അത് ശരിയാണ്. അത് സത്യമാകുന്നു. കെന്റക്കിക്ക് കീഴിലായി അതവിടെ വീണ്ടും ഒരിക്കൽ കൂടി അതേ കാര്യം തന്നെ സംഭവിച്ചപ്പോൾ അത് കണ്ട ജനങ്ങൾ ഇന്നു രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. അതെ, അത് സത്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. പഴയ നിയമത്തിലെ യേശു. ചൈനക്കാരായ ജനങ്ങൾ പണ്ടിവിടേക്ക് വരുമ്പോൾ അവർക്ക് നമ്മുടെ ഭാഷ എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. എന്നാൽ അവർ നല്ല അലക്കുകാരായിരുന്നു. അതിനാൽ അവർ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ചൈനക്കാരുടെ അലക്കുകടയിലേക്ക് പോയാൽ അവർ ഒരു തരത്തിൽപ്പെട്ട ഒരു ചെറിയ വെളുത്ത ടാഗ് കയ്യിലെടുക്കും. അവൻ ഒരു കാര്യം പോലും എഴുതാൻ അറിയില്ലായിരിക്കാം. അവനത് എഴുതിയാലും നിങ്ങൾക്കത് വായിക്കാൻ കഴിയില്ലെന്നും അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ അവൻ ഈ ചെറിയ പേപ്പറിന്റെ തുണ്ടെടുത്തിട്ട് ഈ വിധത്തിൽ എന്തോ എഴുതി പറയും. നേരെ ഇവിടെ അതിനെ അവനൊരു പ്രത്യേക വിധത്തിൽ അങ്ങനെ രണ്ടായി കീറുന്നു. അപ്പോൾ അവൻ ഒരു കഷ്ണം അവൻ നിങ്ങൾക്ക് തരും. പേപ്പറിന്റെ മറ്റേ കഷ്ണം അവന്റെ കയ്യിൽ സൂക്ഷിക്കും. നിങ്ങൾ അലക്കാനായി കൊടുത്ത തുണികൾ തിരികെ വാങ്ങാൻ പോകുമ്പോൾ താങ്കൾക്ക് നൽകിയ പേപ്പറിന്റെ തുണ്ട് കാണിക്കൂ എന്നവൻ പറയും. അവൻ അവ രണ്ടുമെടുത്ത് തമ്മിൽ യോജിക്കുന്നു എങ്കിൽ അതുതന്നെയാണത്. നിങ്ങളുടെ അഴുക്ക് പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് വൃത്തിയുള്ളതായി തിരികെ കിട്ടുന്നു. ഓരോ പ്രവചനവും യേശുവുമായി ഒത്തുപോയിരുന്നു. പഴയ നിയമത്തിലെ യഹോവയുടെ ഓരോ മാതൃകയും പുതിയ നിയമത്തിലെ യേശുവുമായി ഒത്തുപോയിരുന്നു. അവൻ സകലതും അനുരൂപമാക്കിയിരുന്നു. ദൈവീക ഭയത്തോടും ബഹുമാനത്തോടും എന്നാൽ സ്നേഹത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നറിഞ്ഞിട്ട് ആത്മാർത്ഥതയോടെ ഇത് പറയട്ടെ. ബൈബിളിൽ ഈ മണിക്കൂറിലെ കരുളി ചെയ്ത സകലതുമായി ഈ സമയത്തിന് സന്ദേശം അനുരൂപമാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ കുറച്ച് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളുണ്ടെങ്കിൽ അവയെ അകത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കുഞ്ഞാൻ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, അവന്റെ നിന്ന് ചുമക്കുക. കാരണം അവൻ സമർത്ഥിക്കപ്പെട്ട വചനമായിരുന്നു. അന്നായിരുന്നത് പോലെ തന്നെ ഇന്നുമാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എബ്രായർ 13:12-13. നമുക്കത് എബ്രായർ 8-13 കൂടെ കാണാം. അവന്റെ ലജ്ജ ചുമക്കുക, സുവിശേഷത്തിന്റെ അവന്റെ നാമം ചുമക്കുക. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പിതാവിന്റെ പേരെന്താണ്? അവൻ അവന്റെ പിതാവിന്റെ പേരിൽ വന്നു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. അങ്ങനെയോ? പിതാവിന്റെ പേരെന്താണ്? നിങ്ങൾക്കത് അറിയേണ്ടതുണ്ടെന്ന് ഞാൻ നിരൂപിക്കുന്നു. കാണുന്നോ? വചനത്തിനായി നിന്ന് ചുമക്കുക. അതെപ്പോഴും അവരുടെ പാളയത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവരതിനെ നിരസിച്ചു കളഞ്ഞിരുന്നു. നിങ്ങൾ കളിയാക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വേണം. മാത്രമല്ല, ഇന്ന് ഞാൻ രാജ്യത്തെമ്പാടുമായി ഒരിക്കൽ ഇത് ആരംഭിച്ചപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നതല്ല, ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് ദയവായി ചിന്തിക്കരുത്. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. എനിക്കിനി ഇവിടെയും 10 പേജുകൾ കൂടി ബാക്കിയിരിപ്പുണ്ട്. ഇവിടെ എന്താണ് ശേഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കൂ. ശരി, കുറിമാനത്തെ പറ്റിയാണ്. എന്നാൽ ശ്രദ്ധിക്കൂ, ആദ്യം തുടങ്ങിയപ്പോൾ യേശു ആദ്യം തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ ചെറുപ്പക്കാരനായ റബ്ബി, ഓ അവൻ ഒരു അത്ഭുതവാനായ മനുഷ്യൻ, ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ, ഞങ്ങളോട് പ്രസംഗിക്കൂ. എന്നാൽ ഒരു ദിവസം അവൻ അവരോടൊപ്പം ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ബുദ്ധിമാന്മാരും ഡോക്ടർമാരും എന്തു ചിന്തിച്ചിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ മനുഷ്യനൊരു നരഭോജിയാണ്. കാണുന്നോ? നിങ്ങൾ മനുഷ്യത്വം കുടിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് വളരെ കഠിനമായ കാര്യമാകുന്നു. അവനിൽ നിന്നും ദൂരം പോവുക. അവനൊരു ഭ്രാന്തനാണെന്ന് പുരോഹിതന്മാർ പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. അവർ അവനെ വിട്ടുപോയി എന്ന് ബൈബിൾ പറയുന്നു. അന്ന് അവന് നിയമിക്കപ്പെട്ട 70 പ്രാസംഗികന്മാരുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്കിവരെ കൊണ്ടു നടക്കാൻ കഴിയില്ല. ആയതിനാൽ അവൻ അവരുടെ ചുറ്റും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ ഇറങ്ങി വന്ന സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അവൻ ഒരു പ്രാവശ്യം പോലും അവ എന്താണെന്ന് വിശദീകരിച്ചിരുന്നില്ല. അവൻ അവരെ അങ്ങനെ വിട്ടിരുന്നു. കാണുന്നോ? അപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യപുത്രനോ? എന്താണ്? ഞങ്ങൾ ഈ മനുഷ്യനോടൊപ്പം ഭക്ഷിച്ചു, ഞങ്ങൾ അവനോടൊപ്പം മീൻ പിടിച്ചു, ഞങ്ങൾ അവനോടൊപ്പം നദിക്കരയിൽ കിടന്നു, അവനെ താരാട്ടുപാടി ഉറക്കിയ തൊട്ടിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അവന്റെ അമ്മയെ അറിയാം, ഞങ്ങൾക്ക് അവന്റെ സഹോദരൻ അറിയാം. ഇങ്ങനെയുള്ളൊരു കാര്യം ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? അന്ന് മുതൽ അവർ അവനോടൊപ്പം നടന്നില്ല എന്ന് ബൈബിൾ പറയുന്നു.
പിന്നെ അവൻ പത്രോസിനെയും മറ്റുള്ളവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ 12 പേരെ, നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ 1000ങ്ങളിൽ നിന്നും അവൻ 12ലേക്ക് വന്നു. അവൻ പറഞ്ഞു, ഞാൻ 12 പേരെ തിരഞ്ഞെടുത്തു, നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. ഞാനത് ആരംഭം മുതലേ അറിയുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളും അവരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ അവൻ അവരോട് ലാളിച്ചു പറയേണ്ടിയിരുന്നില്ല, നീ എന്റെ പള്ളിയിൽ ചേരുമെങ്കിൽ ഞാൻ നിന്നെ ഒരു ഡീക്കനാക്കാം. കാണുന്നോ, അവന് സ്വന്തമായി സാധിക്കാനുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവൻ അതൊരിക്കലും വിശദീകരിച്ചില്ല. ശിഷ്യന്മാർക്കും അതൊരിക്കലും വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നിങ്ങൾ ഓർത്തിരിക്കുക, അവൻ അവരോട് ഇത്രമാത്രം പറഞ്ഞു, ഭൂമിക്കടിസ്ഥാനത്തിന് മുമ്പേ ഞാൻ നിങ്ങളെ അറിയുന്നു. എന്റെ ആനന്ദത്തിൽ എന്നോടൊപ്പം പങ്കുചേരാനായി ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. കാണുന്നോ, അവിടെയാണത് ലോകാരംഭത്തിന് മുമ്പ് മുൻകുറിക്കപ്പെട്ടത്. ആ അപ്പോസ്തലന്മാർ അവിടെ തന്നെ ഉറച്ചു നിന്നു. അവന്റെ മാംസവും അവന്റെ രക്തവും എങ്ങനെയാണ് അവർ ഭക്ഷിക്കാൻ പോകുന്നതെന്ന് അവർക്കും വിവരിക്കാൻ കഴിയില്ലായിരുന്നു. അവൻ അവരോടൊപ്പം എല്ലാ നേരത്തും ഉണ്ടായിരുന്നിട്ടും അവൻ എങ്ങനെയാണ് താഴേക്ക് വന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൻ അത് വിവരിച്ചിരുന്നില്ല. ജനങ്ങൾക്ക് അത് വിവരിക്കാൻ സാധിച്ചിരുന്നില്ല. അതാർക്കും തന്നെ വിവരിക്കാൻ സാധിക്കില്ല. എന്നാൽ പത്രോസ് ശ്രദ്ധേയമായ വാക്കുകളെ പറഞ്ഞു. അവൻ അവന് താക്കോലുകളെ കൊടുത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. അവൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനത്തിന് സമർത്ഥനം നീ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ജീവന്റെ വചനം നിന്റെ പക്കൽ മാത്രമാണുള്ളതെന്ന് ഞങ്ങൾ അറിയുന്നു. ആ കാര്യങ്ങളെ ഞങ്ങൾക്ക് വിവരിക്കാൻ കഴിയില്ല, എന്നാൽ അതെങ്ങനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞു മാർത്ത പറഞ്ഞു, എന്റെ സഹോദരൻ മരിച്ചു, അവൻ കല്ലറയിൽ കിടക്കുന്നു, അവൻ അഴുകിക്കഴിഞ്ഞു, അവൻ നാറ്റം വെച്ചിരിക്കുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരും. ഓ എന്റെ, അവൻ പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നോ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്കത് വിവരിക്കാൻ കഴിയില്ല, എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു. ലോകത്തിലേക്ക് വരുവാനുള്ള ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതപ്പെട്ട വചനത്താലും അതിലെ യോഗ്യതകളിലെല്ലാം നിന്നിലുണ്ട് എന്നതിനാലും ഞാൻ വിശ്വസിക്കുന്നു. ചോദിച്ചു, നീ അവനെ അടക്കിയത് എവിടെയാണ്? ഓ എന്റെ, എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ട്. ശരിയായ സമയത്ത് എല്ലാ ചക്രങ്ങളും ഒരുമിച്ച് ചേർന്ന് വരുന്നു. കാണുന്നോ, അവൻ നേരെ ആ കല്ലറിലേക്ക് നടന്നുപോയി. ബൈബിൾ പറയുന്നു, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഒരുപക്ഷെ ഒരു ചെറിയ തോളുകൾ കുനിഞ്ഞ വ്യക്തിയായിരിക്കാം. നടന്നു വന്നതിന്റെ ക്ഷീണത്താൽ തന്റെ തോളുകൾ അല്പം താഴ്ത്തി അവിടെ നിന്നിരുന്നു എന്ന് വരാം. അവൻ വിളിച്ചു, ലാസർ, പുറത്തു വരിക. 4 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു മനുഷ്യൻ തന്റെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ക്രിസ്ത്യൻ സയൻസിൽപ്പെട്ട ഒരു സ്ത്രീ, ഞാൻ നിങ്ങളുടെ വികാരത്തെ മുറിപ്പെടുത്തുന്നതിലും ക്ഷമിക്കണം, ഞാൻ അത് അർത്ഥമാക്കുന്നില്ല. ക്രിസ്ത്യൻ സയൻസിൽപ്പെട്ട ഒരു സ്ത്രീ ഈ സഭയിൽ നിന്ന് തന്നെ അവിടെ വെച്ച് എന്നെ ഒരു ദിവസം കണ്ടു. അവൾ ചോദിച്ചു, ശ്രീമാൻ ബ്രൺഹാം, അവൾ ചോദിച്ചു, നിങ്ങൾ പ്രസംഗിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു, എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ കൂടിപ്പോകുന്നു. ഞാൻ ചോദിച്ചു, അതെന്താണ്? പറഞ്ഞു, നിങ്ങൾ യേശുവിനെ വളരെ പുകഴ്ത്തി പറയുന്നു. ഞാൻ പറഞ്ഞു, അത് മാത്രമാണ് എന്റെ എതിരായി അവന് പറയാനുള്ളതെന്ന് ഞാൻ ഊഹിക്കുന്നു. കാണുന്നോ? അവൾ പറഞ്ഞു, താങ്കൾ അവനെ ദിവ്യനാക്കുന്നു. നോക്കൂ, അവൻ ദിവ്യനായിരുന്നു എന്നവർ വിശ്വസിക്കുന്നില്ല. അവനൊരു നല്ല ഉപദേഷ്ടാവായി തത്വചിന്തകനായ ഒരു സാധാരണ മനുഷ്യനെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പറഞ്ഞു, നിങ്ങൾ അവനെ ദിവ്യനാക്കുന്നു. അവൻ ദിവ്യനായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഓ അതെ, അവനായിരുന്നു. അവൾ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ബൈബിളിനാൽ അവൻ ദിവ്യനായിരുന്നില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ നിങ്ങളത് വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞു, എന്റെ ബൈബിൾ അപ്രകാരം പറയുകയും ഞാൻ വചനത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവനായിരുന്നു എന്നതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ യേശു ലാസറിന്റെ കല്ലെടുക്കൽ പോകുമ്പോൾ അവൻ കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ചോദിച്ചു, അതിനിതുമായി എന്താണ് ചെയ്യാനുള്ളത്? അവൾ പറഞ്ഞു, അതെ, അതവൻ ദിവ്യനായിരുന്നില്ല എന്ന് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ ആരായിരുന്നു എന്ന് കാണുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അവൻ മനുഷ്യനും ദൈവവും രണ്ടുമായിരുന്നു. ഒരു മനുഷ്യനായി അവൻ അവരുടെ ദുഃഖത്തിൽ കരയുകയായിരുന്നു. എന്നാൽ അവൻ അവിടെ നിന്നുകൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് പറയുമ്പോൾ 4 നാളുകൾക്ക് മുമ്പ് മരിച്ച മനുഷ്യൻ തന്റെ കാലുകളിൽ ഊന്നി എഴുന്നേറ്റ് നിന്നു. അത് ഒരു മനുഷ്യന്റെ മേലായ ഒന്നായിരുന്നു. അതെ സാർ, അതെ, തീർച്ചയായും. ഞാൻ പലപ്പോഴും ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അവൻ ആ രാത്രിയിൽ മലയിൽ നിറങ്ങുമ്പോൾ വിശന്നിട്ട് അവനൊരു മനുഷ്യനായിരുന്നു. അവൻ അടുത്ത ദിവസവും വിശന്നു. അവനൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ 2 അപ്പവും 5 മീനും എടുത്ത് 5000 പേർ ഭക്ഷിപ്പാൻ കൊടുക്കുകയും 7 കൊട്ട നിറയെ എടുക്കുകയും ചെയ്തപ്പോൾ അതൊരു മനുഷ്യന്റെ മേലായിരുന്നു. അതെ സാർ, അവൻ കുരിശിൽ അവൻ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുതന്നോ എന്ന് നിലവിളിക്കുമ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറഞ്ഞപ്പോൾ അവർ അവന് പുളിച്ച വിനാഗിരി ഒരു ഓടത്തണ്ടിന്മേലാക്കി കുടിപ്പാൻ കൊടുത്തു. അവൻ കരയുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈസ്റ്റർ പ്രഭാതത്തിൽ അവൻ മരണത്തിന്റെയും കല്ലറയുടെയും പാതാളത്തിന്റെയും സകല മുദ്രയും പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ
അവനൊരു മനുഷ്യനിലും മേലായിരുന്നു. അവിടെ തന്റെ ശിഷ്യന്മാരോടൊപ്പം അവൻ ആ ചെറിയ പടകിന്റെ പിൻഭാഗത്ത് ആ രാത്രി കിടക്കുമ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു. അവനെ മുക്കിക്കളയുമെന്ന് 10,000 പിശാചുക്കൾ ശപഥം ചെയ്തിരുന്നു. അവിടെ പുറംകടലിൽ ആ ചെറിയ വഞ്ചി അതാ അങ്ങനെ ഒരു കുപ്പിയുടെ അടപ്പ് പോലെ ഉലയുകയായിരുന്നു. അവൻ അത്രയും ക്ഷീണിതനായിട്ട് അവനെ അത് ഉണർത്തിയിരുന്നില്ല. അവൻ ഉറങ്ങുമ്പോൾ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ തന്റെ കാൽ വഞ്ചിയെ കരയ്ക്ക് കെട്ടുന്ന മുനമ്പിന്റെ മേൽ ചവിട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ശാന്തമാകൂ. അപ്പോൾ കാറ്റും തിരമാലകളും അവനനുസരിച്ചു. അതൊരു മനുഷ്യനേക്കാളും മേലെയായതായിരുന്നു. അത് ദൈവമായിരുന്നു. കവി ഇങ്ങനെ പാടിയതിൽ ഒരു അതിശയമില്ല. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു. അടക്കത്താൽ അവൻ പാപങ്ങളെ ദൂരമാക്കി, ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ എന്നേക്കും എന്നെ സൗജന്യമായി നീതീകരിച്ചു. ഒരു നാൾ അവൻ വരുന്നു, ഓ മഹത്വമേറിയ നാൾ. അതെ സർ, പാളയത്തിന് പുറത്തു ചെല്ലുക. അതിനെന്ത് വില കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. പവിത്രമായി കുരിശ് ഞാൻ ചുമക്കും. മരണം എന്നെ മോചിപ്പിക്കുവോളം ഒരു കിരീടം ധരിക്കാനായി ഞാൻ പിന്നീട് വീട്ടിലേക്ക് പോകും. എനിക്കായി ഇവിടെ ഒരു കിരീടമുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇതും കൂടെ പറയട്ടെ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനൊരു ന്യായാധിപനെ പറ്റി ഒരു കഥ വായിച്ചിരുന്നു. അദ്ദേഹം ഒരു നീതിമാനും നല്ല മനുഷ്യനും സ്നേഹിക്കുന്നവനുമായിരുന്നു. ആ നഗരത്തിൽ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നിട്ടും തങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിട്ട് അവർ നിയമപരമല്ലാത്തതും അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മദ്യശാലയും മദ്യവും അങ്ങനെയുള്ള മറ്റെല്ലാമായി തുറന്നു പ്രവർത്തിപ്പിച്ചു. അത് നിയമവിരുദ്ധമായിരുന്നു. അവരെ നിയമം പിടികൂടുകയും നിയമപാലകരാൽ പിടിക്കപ്പെട്ട് അവരെ കോടതിയിൽ ഹാജരാക്കി. പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളും ആ ചെറിയ പട്ടണം മുഴുവനും വന്നുകൂടിയപ്പോൾ ആ മനുഷ്യൻ ഇവിടെ ചുറ്റിനും വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ആ മനുഷ്യനാണ് അവിടെയുള്ള ആ അപകീർത്തിപരമായ കാര്യം നടത്തുന്നതിന്റെ ഉടമസ്ഥൻ. അവർ ജൂറി ആ മനുഷ്യൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കാരണം അവൻ കുറ്റം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിടിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ന്യായാധിപൻ അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോൾ അവനെ കുറെ വർഷങ്ങളിലേക്ക് ഒരു അപ്പീലിനും പോകാനോ ഒരു ബോണ്ട് അടച്ചിട്ട് അവനെ വിടുവിക്കാനോ കഴിയാത്ത വിധത്തിൽ തടവിലാക്കി. എന്തുകൊണ്ടെന്നാൽ അപ്രകാരമാണ് നിയമം പറഞ്ഞിരുന്നത്. കോടതിക്ക് പുറത്തുണ്ടായിരുന്ന ജനങ്ങൾ അവന്റെ അടുക്കലേക്ക് ഓടിക്കൂടി ഇങ്ങനെ പറഞ്ഞു, താങ്കൾക്കിതറിയാമോ, ഈ പട്ടണത്തിലെ ഓരോ മനുഷ്യനും താങ്കളെ വെറുക്കും. ആ മനുഷ്യന് മേൽ താങ്കൾ അത്തരത്തിലെ ഒരു തീരുമാനമെടുത്തതിനാൽ താങ്കളെ വെറുക്കും. അവരെല്ലാവരും തന്നെ ചൂതുകളിക്കാരായിരുന്നു. അദ്ദേഹം തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവനോട് ശബ്ദത്തോടെ പിന്നെയും പറഞ്ഞു, ഞങ്ങൾ താങ്കളെ വെറുക്കും. ഞങ്ങൾ ഇനി ഒരിക്കലും താങ്കളെ തെരഞ്ഞെടുക്കില്ല. താങ്കൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനായി ഞങ്ങൾ ആരും ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹം ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, എന്റെ ചുമതല മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ മനുഷ്യൻ ആരായാലും കാര്യമില്ല, അവൻ കുറ്റക്കാരനായിരുന്നു. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതനുസരിച്ച് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവന് ശിക്ഷ വിധിക്കണമായിരുന്നു. അവൻ പറഞ്ഞു, താങ്കൾ ഈ പട്ടണത്തിൽ വെറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ എന്റെ ജനങ്ങളാൽ വളരെ സ്നേഹിക്കപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ആ പദപ്രയോഗം നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഒരുപക്ഷെ നാമും അതേ കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ഈ വചനത്തെ ഉയർത്തിപ്പിടിക്കാനായി എനിക്ക് രക്ഷിക്കാനായിട്ടുണ്ടായിരുന്നതിനെ അതിനുവേണ്ടിയാണോ ഞാൻ നിന്നിരുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങളാൽ വിഭാഗീയ സഭകളിനെ വെറുക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഞാൻ അവന്റെ ഭവനത്തിൽ അവന്റെ ജനങ്ങളുടെ മധ്യേ വളരെയധികം സ്നേഹിക്കപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒരുപക്ഷെ ഞങ്ങൾ ലോകത്താൽ വെറുക്കപ്പെട്ടേക്കാം, എന്നാൽ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു. പ്രിയ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ജനങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കുകയും കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരുടെ മേലായിരിക്കാൻ ഇവിടെ വരട്ടെ. ഇപ്പോൾ നമുക്ക് പാളയത്തിന്റെ പുറത്തേക്ക് പോകാം. നമ്മുടെ സ്വന്തം ചിന്തയ്ക്കും അപ്പുറത്തായി നമുക്ക് പോകാം. നമുക്ക് ദൈവത്തിന്റെ ചിന്തയ്ക്കനുസരണമായി പോകാം. ബൈബിളിന് പ്രകാരം പറയുന്നു, ക്രിസ്തുവിലുണ്ടായിരുന്ന മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ചിന്തകളല്ല, അവന്റെ ചിന്തകളെ ചിന്തിക്കാം. കാരണം വളരെയേറെ നേരവും നമ്മുടേത് തെറ്റാകാം. അതുകൊണ്ട് അവന്റെ മനസ്സ് നമ്മിൽ വിശ്രാമം കൊള്ളുകയാണ്. നമുക്ക് തീർച്ചയാക്കാം അവന്റെ ഇഷ്ടം പിതാവിന്റെ ആഗ്രഹം നിറവേറ്റുക എന്നതും പിതാവിന് ഇഷ്ടം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനവുമാകുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് പാളയത്തിന് പുറത്തേക്ക് പോയി കർത്താവിനെ, യേശുവിനെ കണ്ടുപിടിക്കാം. സഭയിൽ ചേരുന്നതിലൂടെ നാം അവനെ ഒരിക്കലും കണ്ടുപിടിക്കുകയില്ല. ഏതെങ്കിലും ഒരു ധർമ്മോപദേശിയുടെ കൈപിടിച്ച് കുലുക്കുന്നതിനാലോ ഏതെങ്കിലും ഒരു മതപ്രമാണം പാടുന്നതിനാലോ അതല്ല, നാം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്തിനാലെങ്കിലുമോ ഒരു വർഷത്തിൽ ഇത്രയും ദിവസം സൺഡേ സ്കൂൾ പോകുന്നതിനാലോ അങ്ങനെയും മറ്റും ചെയ്യുന്നതിനാൽ നാം അവനെ കണ്ടുമുട്ടുകയില്ല. അവനെ നമുക്ക് വചനത്തിൽ മാത്രമേ സന്ധിക്കാൻ സാധിക്കൂ. കാരണം അവൻ വചനമാകുന്നു. ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ നാം കാണും പോലെ, അതായത് അവൻ പാളയത്തിന് പുറത്തായിരിക്കും, വീണ്ടും പുറത്തറിയപ്പെടും. ഇപ്പോൾ അവനെ നിന്നു ചുമക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ ലോകത്താൽ വെറുക്കപ്പെട്ട് ആ പാളയത്തിലേക്ക് നമ്മെ ക്ഷണിച്ചവനാൽ സ്നേഹിക്കപ്പെട്ട് നമുക്ക് ആ പാളയത്തിന് പുറത്തേക്ക് പോകാം.
ഇതനുവദിക്കണം കർത്താവെ. അവനെ അറിയാത്തവരായി ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് നടിക്കുകയും ഏതെങ്കിലും സഭയുടെ അംഗത്വമുള്ളവരായി ഒരിക്കലും ആ പാളയത്തിന് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിലും നിങ്ങളിങ്ങനെ പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു ദിവസത്തേക്കുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കാണിക്കുന്നത് അത് പരിശുദ്ധാത്മാവായിരിക്കാൻ സാധ്യതയില്ല എന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഉപയോഗിച്ച് എങ്ങനെയാണ് സ്നാനമേൽക്കുന്നത്? മഹാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനാകട്ടെ വ്യത്യാസം എന്താണെന്ന് അറിയാതെ ഒരിക്കൽ നിങ്ങൾ അങ്ങനെ സ്നാനപ്പെട്ടു എന്ന് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 19 പറഞ്ഞിരിക്കുന്ന ജനങ്ങളും അതിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയാതെ അതെടുത്തിരുന്നു. എന്നാൽ പറഞ്ഞു, ഒരു ദൂതൻ വ്യത്യസ്തമായി എന്തെങ്കിലും പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ. ഇതേ കാര്യം തന്നെ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ സ്നാനം വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ അതിനു പകരം മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഇസമോ മതപ്രമാണങ്ങളോ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നു? ആ വചനം എഴുതിയ പരിശുദ്ധാത്മാവ് നിങ്ങളിലായിരിക്കുകയും അതിനെങ്ങനെ നിരസിക്കാനും കഴിയും? ഇതിനോട് ആരെങ്കിലും ഒരു വാക്ക് കൂട്ടിയാലോ ഇതിൽ നിന്നൊന്ന് നീക്കിയാലോ ഞാൻ അവന്റെ അംശത്തെ ജീവന്റെ പുസ്തകത്തൊന്ന് നീക്കിക്കളയുമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ സ്വയം പറഞ്ഞിരിക്കുമ്പോൾ അതിനെ എങ്ങനെ നിരസിക്കും? പിന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് വചനത്തിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റാനോ അതല്ല അതിനോട് കൂട്ടിച്ചേർക്കാനോ കഴിയുന്നത്? ഇവിടെയും ടേപ്പുകൾ പോകുന്ന ലോകത്തിൽ കാണാൻ കഴിയാതിരിക്കുന്നവരും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാതെയും ഇരിക്കുന്ന എന്റെ സ്നേഹിത, നാം എവിടെയാണെന്ന് നോക്കിക്കാണാൻ ഇന്ന് രാവിലെ നേരത്തെ ഈ ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് പോകാനിടയാകട്ടെ. അല്പനേരം മുമ്പ് ഞാൻ സംസാരിച്ച പ്രതിവിധിക്കുറിപ്പ് നിങ്ങൾ ഇന്നോളം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കില്ലേ? നിങ്ങളെ സഹായിക്കാനായി നിങ്ങൾക്ക് ചെയ്യാനാകുന്ന എല്ലാറ്റിനും വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഞാനൊരു സാക്ഷി മാത്രമാകുന്നു, ഞാനൊരു പ്രചാരക പ്രവർത്തകൻ മാത്രമാകുന്നു. ഇപ്പോൾ നമുക്ക് ലൂയിസ് വില്ലായിൽ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റുകളുടെ കെൻറ്റുക്കി കൺവെൻഷൻ പോലെ അതിൽ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനായി അവരൊരു അടിസ്ഥാനമിടുകയായിരുന്നു. ഞാനും എന്റെ കർത്താവിനായി ഒരു അടിസ്ഥാനമിടുകയാണ്. നിങ്ങളുടെ സ്വന്തമായി ഇന്ന് രാത്രിയിൽ നിങ്ങൾ അവനെ സ്വീകരിക്കില്ലേ? ഈ നിമിഷം നമ്മുടെ തലകൾ മാത്രമല്ല നമ്മുടെ ഹൃദയവും കൂടെ കുമ്പിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ഉയർത്തി ദൈവത്തോട് പറയുമോ, എന്നോടല്ല, ഞാൻ വെറും ഒരു മനുഷ്യനാകുന്നു. നിങ്ങളുടെ കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തി പറയൂ, ദൈവമേ, എന്നോട് കൃപയുണ്ടായാലും ഞാൻ കേട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ആവശ്യമായിരിക്കുന്നു. ഞാൻ ആ പാളയത്തിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. ആർ എന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്റെ കൈകളിലേക്ക് ഞാൻ പാളയത്തിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എനിക്ക് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കാര്യമില്ല. ഞാൻ എന്റെ കുരിശെടുത്ത് അതിനെ ഓരോ ദിവസവും ചുമക്കും. ഞാൻ പാളയത്തിന് പുറത്തു പോകും. ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും കാര്യമില്ല. പാളയത്തിന് പുറത്ത് ഞാൻ അവനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോകാൻ തയ്യാറായിരിക്കുന്നു. സ്വർഗീയ പിതാവേ, നീ ആ കൈകളെ കണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ കെട്ടിടത്തിൽ കൈ ഉയർത്തിയവരായി 100 അതിലധികമോ ഉണ്ടാകാം. കർത്താവേ, എന്തോ ഒന്നിപ്പോൾ അവരുടെ അടുത്തായിട്ട് മറ്റൊരു വ്യക്തി, ക്രിസ്തു എന്ന വ്യക്തി, പ്രാകൃതമായ കണ്ണിന് കാണാൻ കഴിയാത്തത് ആ തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർ ഒരു കണ്ണാടിയിലേക്ക് നോക്കാൻ അവർ അറിയുന്നത് പോലെ അവിടെ എന്തോ നഷ്ടപ്പെട്ടതായി അവർ കാണുന്നു. ദൈവത്തിന്റെ വാഗ്ദത്ത വചനവുമായി അവരുടെ ജീവിതം രൂപപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് വളരെ ആത്മാർത്ഥതയോടെ അവരുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നത്. കർത്താവേ, ആ ആട്ടിൻകൂട്ടത്തിലേക്ക്, ആ മഹത്തായ വാതിലേക്ക് ഇന്നു രാത്രിയിൽ അവരെ സഹായിക്കണമേ. അവർ മാധുര്യതയോടും എളിമയോടും കൂടെ കടന്നു വരാനിടയാകട്ടെ. ഇതനുവദിച്ചാലും അവർ നിന്റേതാകുന്നു. കർത്താവേ, അവരുമായി ഇടപെട്ടാലും ഇപ്പോൾ അലൗകികമായ എന്തെങ്കിലും സംഭവിക്കാതെ ആ തീരുമാനമെടുക്കാൻ കൈകളെ ഉയർത്താൻ അവർ കഴിയില്ലായിരുന്നു. എവിടെയോ ഒരു ജീവനുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. കാരണം ശാസ്ത്രപ്രകാരം ഗുരുത്വാകർഷണം ഞങ്ങളുടെ കൈകളെ താഴേക്ക് വലിക്കണം. എന്നാൽ അവരുടെ മനസ്സിലെന്തോ ഒന്ന് മുട്ടിയിട്ട് അത് ഗുരുത്വാകർഷണത്തെ നിരസിച്ചുകൊണ്ട് അവരെ കൊണ്ടുവന്ന ശില്പിയിലേക്ക് അവരുടെ കൈ ഉയർത്താൻ സഹായിച്ചു. അതെ, ഞാൻ എല്ലാം വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പാളയത്തിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, മാനസാന്തരം കഴിഞ്ഞാൽ ആദ്യ പടിക്കായി കുളം തയ്യാറായിരിക്കുന്നു. സ്നാനമേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുക എന്നൊരു വാഗ്ദത്തമുണ്ട്. ഈ അവസാന ദിവസങ്ങളിൽ മൂലവിശ്വാസത്തിലേക്കുള്ള ഒരു തിരികെവിളിയുണ്ട്. ആ മൂല പ്രതിവിധി കുറിപ്പിലേക്ക് അനേക ജനങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ദൂരമായി ഈ മനുഷ്യനിർമ്മിത പ്രതിവിധി കുറിപ്പിനാൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അവയെല്ലാം അവരുടെ ഭാഗ്യസഭകൾക്ക് എത്ര തന്നെ നല്ലതായിരുന്നാലും കർത്താവെ, എനിക്ക് നിന്റെ പ്രതിവിധി കുറിപ്പാണ് ആവശ്യമായിരിക്കുന്നത്. നീയാണ് ഞങ്ങളുടെ വൈദ്യൻ. ഒരു വൈദ്യനുണ്ട്. ഗിലെയാദിൽ ഒരു തൈലമുണ്ട്.
രോഗമുള്ള ഓരോ പ്രാണനെയും സൗഖ്യപ്പെടുത്താനായി, ഇന്ന് രാത്രിയിൽ ഭൗതികമായി ബാധിച്ചിരിക്കുന്ന ഓരോ രോഗത്തെയും സൗഖ്യമാക്കാനായി ഒരു മഹാൻ വൈദ്യൻ ഇവിടെയുണ്ട്. എല്ലാ കാലത്തിലെയും മഹാനായ വൈദ്യൻ, ഭൂമിയുടെയും ആകാശത്തിന് സൃഷ്ടാവായ മഹാൻ വൈദ്യ, ഇപ്പോൾ കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിലായി നീ ഞങ്ങളോട് സംസാരിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവായ യേശുവേ, ഇപ്പോൾ എന്നെ സഹായിക്കണം. നിങ്ങൾ ഒരിക്കൽ പോലും സ്നാനമേറ്റില്ലെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നുവെങ്കിലും ഞാൻ സ്നാനപ്പെടണം എന്നതിനുമല്ല പ്രസംഗിച്ചത്. എന്നാൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ സ്നാനമേൽക്കുന്ന രീതിയിൽ സ്നാനമേറ്റിരിക്കണം എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനി സ്നാനമേൽക്കേണ്ട ഏക രീതിയേ ഉള്ളൂ. ഇതൊന്നും ഒരു വാക്ക് നീക്കിയാലോ ഒരു വാക്ക് കൂട്ടിച്ചേർത്താലോ അവന്റെ അംശം ജീവന്റെ പുസ്തകത്തുനിന്ന് നീക്കിക്കളയും എന്നരുളി ചെയ്ത അതേ യേശു തന്നെ നിങ്ങൾ ഇവിടേക്ക് മറ്റേതെങ്കിലും വിധത്തിലെ സ്നാനം സ്വീകരിച്ചിട്ട് കടന്നു വന്നിരിക്കുന്നുവെങ്കിലോ യേശു അത് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവൻ ഇതും പറഞ്ഞിരിക്കുന്നു, സകല വചനവും പ്രേരണയാൽ എഴുതപ്പെട്ടിരിക്കുകയും അത് നിറവേറുകയും വേണം. ഇപ്പോൾ നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കൊരു വൈകാരികതയോ മറ്റോ മാത്രമാണുള്ളതെങ്കിൽ ഞാൻ വൈകാരികതയിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ആത്മാവിൽ നൃത്തം ചെയ്യുകയും അന്യഭാഷകൾ സംസാരിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഞാൻ അതിലും കൂടെ വിശ്വസിക്കുന്നു. എന്നാൽ അതിന്റെ എല്ലാത്തിന്റെ അപ്പുറത്തായി വചനം ശരിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളിലെ ആത്മാവ് അതിനെ പിൻപറ്റരുത് എന്ന് പറയുമ്പോൾ ആ ആത്മാവിൽ എന്തോ തകരാറുണ്ട്. അത് പരിശുദ്ധാത്മാവല്ല, അതിന് ആകാനാകില്ല. നോക്കൂ, അത് അതിന്റെ വചനം പോലും തിരിച്ചറിയുന്നില്ല. അത് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കടന്നു വരേണ്ട തയ്യാറെടുപ്പ് നടത്താവുന്നതാണ്. നസ്രേനായ യേശുവേ, അടുത്തു വന്ന് ഓരോ ഹൃദയത്തോടും സംസാരിക്കണമേ. ഞാൻ അവരെ നിനക്ക് സമർപ്പിക്കുന്നു. അവർ ഈ ഓരോ കൈയും കർത്താവേ, അവരെല്ലാം നിന്നിൽ നിന്നുമുള്ള സന്ദേശത്തിന്റെ ട്രോഫികളാകുന്നു. നിന്റെ പ്രതാപമേറിയതുമായ മഹനീയ സാന്നിധ്യത്താൽ അത് ഇപ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ആത്മാവിന്റെ സൂക്ഷ്മബോധമുള്ള ഏതൊരു മനുഷ്യനും ഈ മഹത്തായ വിശുദ്ധ ചേതോവികാരത്താൽ അത് നീയാണെന്നറിയാൻ സാധിക്കും. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അനുവദിക്കണം കർത്താവേ. ഇപ്പോൾ നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കാം. മാനസാന്തരപ്പെടാനും സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനഭിഷേകം പ്രാപിക്കാനും ആഗ്രഹിക്കുന്ന പുരുഷന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മുറി എന്റെ ഇടതുവശത്തായിട്ടുണ്ട്, സ്ത്രീകൾക്ക് വലതുവശത്താണ്. അവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ഉപദേശം തരാനുണ്ടാകും. സ്നാനത്തിന്റെ വസ്ത്രങ്ങളും മറ്റും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ നാം കുമ്പിട്ട് നിൽക്കുമ്പോൾ പാടാം. എനിക്ക് കേൾക്കാനാകുന്നു ഞങ്ങൾ നിങ്ങളെ സന്ധിക്കുന്നതാണ്.